ഇല്ല മുതലാളി. മുതലാളി ഓടാ. മുതലാളി എടോ മാത്തച്ഛ എന്നായി കാണിക്കുന്നേ? എന്നാ എന്താ മുതലാളി, എന്നാ പറ്റി? എന്ത് പറ്റിയെന്നോ? തായത് കണ്ടില്ലയോ? മാത്തച്ഛത് എന്നാ വെട്ടാ വെട്ടുന്നേ? ഇങ്ങനെ ചങ്കി കൊള്ളുന്നമാര് കത്തി വെച്ചാലേ മരം കുമ്പളയ്ക്കും. പിന്നെ ഇത് അടുപ്പിൽ വെക്കാനേ കൊള്ളത്തുള്ളൂ. ഹോ, തക്ക സമയത്ത് ഞാൻ വന്നാ നന്നായി. എടോ സക്കറിയ, ഇതാണ് അവന്റെ സ്ഥിരം പരിപാടിയെങ്കിൽ നാളെ മുതൽ വേറെ പണിക്കാരനെ അന്വേഷിക്കേണ്ടി വരും. ചതിക്കില്ല മുതലാളി, എന്റെ കുടുംബം പട്ടിണിയായിപ്പോ. അവനൊരു പാവമാ മുതലാളി, ഇത്തവണത്തേക്കൊന്ന് ക്ഷമിക്ക്. ആന്നോടോ? തനിക്കത് പറയാം. ഒരു റബ്ബർ മുതലാളിയുടെ വേദന തനിക്കറിയത്തില്ല. ഒരു റബ്ബർ മരം വീണ ആഗോള റബ്ബർ മുതലാളിമാരുടെ ഒരു യുഗം നഷ്ടപ്പെടുമെന്ന പ്ലാന്റേഷൻ കോർപ്പറേഷൻ ചെയർമാൻ എവിടെയോ നടന്ന കോൺഫറൻസിൽ കഴിഞ്ഞ മാസം പറഞ്ഞത്. അതുകൊണ്ട് മാത്തച്ഛ നീ കത്തി വെച്ചോ, പക്ഷെ ഇത് റബ്ബറിന്റെ കടക്കിലാവരുത്. ഇനി ആവർത്തിക്കരുത്. മാറ്റോട് തന്നെ കൊടയും പടിയും. എടോ അല്പന്മാരല്ലാതെ ഏതെങ്കിലും മുതലാളിമാർ റബ്ബർ തോട്ടത്തിൽ കൊടയും പിടിപ്പിച്ച് നടക്കൂടോ? അതില്ല. അപ്പൊ താൻ എന്നെ അല്പനാക്കിയല്ലേ? അയ്യോ അല്ല മുതലാളി. എന്നത്ത നാളെ മുതല് ഈ പണിക്ക് വരണ്ട മുതലാളി. ഓടാ വേണ്ട കോളാമ്പി. എത്തിയോ? ആ, നീ പാല് ട്രയൽ ഒഴിച്ചു വാ. ശരി അപ്പച്ച. ആ, സൂക്ഷിച്ചു കൊണ്ടുപോണം. എന്നാത്തിനാടോ കൊച്ചി ഇറക്കണ ഈ വെളുപ്പാങ്കാലത്തിട്ട് കഷ്ടപ്പെടുത്തുന്നേ? കഷ്ടപ്പാടോ? അവനെ ഈ സക്കറിയുടെ മോനാ. ഇവനേക്കാ ചെറുപ്പത്തില് വെളുപ്പിന് എന്റെ അപ്പച്ചന്റെ കൂടെ പണിക്ക് ഇറങ്ങിയതാ ഞാൻ. ജോ ജോ മോനെ ജോ. അമ്മച്ചി ഇതാ അപ്പച്ചൻ വരുന്നു. എന്താ ചെയ്യ നേരത്തെ? ജോ ഇല്ലേ? ഇല്ല. അവനിത് എവിടെ പോയതാ? അവൻ താഴെ എവിടെയെങ്കിലും കാണും. അമ്മച്ചി, ചേട്ടൻ ഓടാൻ പോയ വിവരം അപ്പച്ചനോട് പറ, ഇല്ലെങ്കിൽ ചേട്ടൻ അടി കിട്ടും. നീ ഒന്നും മിണ്ടാതിരിക്കെ, പോയിരുന്നു പഠിക്കാൻ നോക്ക്. ചെല്.
Attention! Standard please! Attention! Standard please! Attention! Standard please! Attention! Standard please! 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3. ഷിജു, എന്താ നീ ചെയ്യുന്നത്? എവിടെയാ നോക്കുന്നത്? ആരാ പറഞ്ഞത് നിർത്താൻ? വേഗം ചെയ്യ്, എല്ലാവരും ചെയ്യ്. 1, 2, 3, 4. 1, 2, 3, 4. ഷിജു, എക്സസൈസ് ചെയ്യുമ്പോൾ കണ്ണുകൾ സ്ട്രെയിറ്റ് ആയിരിക്കണം. കൃഷ്ണമണികൾ ചലിക്കാൻ പാടില്ല. മനസ്സും കണ്ണും ഒരു പോയിന്റിലായിരിക്കണം. അവ എങ്ങോട്ടെങ്കിലും വ്യതിചലിച്ചാൽ നിങ്ങൾ പുറകിലായി പോകും. ഏറ്റവും പുറകിൽ. മനസ്സിലായോ? എന്താന്ന്? മനസ്സിലായി. പിന്നെന്തിനാ നീ തിരിഞ്ഞു നോക്കിയത്? ജോയെ കണ്ടപ്പോ. ജോനെ കണ്ടാ നീ തിരിഞ്ഞു നോക്കൂ? ഗ്രൗണ്ടിൽ അങ്ങനെ പലരും വരും പോകും. നിങ്ങളുടെ ശ്രദ്ധ ഗ്രൗണ്ടിലായിരിക്കണം. മനസ്സിലായോ? കണ്ടിന്യൂ. 1, 2, 3, 4. 1, 2, 3, 4. 1, 2. എവിടെയായിരുന്നു ഇതുവരെ? എന്താ ഇത്ര താമസിച്ചത്? അപ്പച്ചന്റെ കൂടെ. സ്പോർട്സിലാണ് വരുന്നതെങ്കിൽ സ്പോർട്സിൽ നാളെ എന്തെങ്കിലും ആയിത്തീരണമെന്നുണ്ടെങ്കിൽ അതിനാദ്യം വേണ്ടത് കൃത്യനിഷ്ഠയാണ്. മനസ്സിലായോ? എന്താണോ കയ്യേറ്റി നിൽക്കുന്നത്? മുന്നോട്ട് നിൽക്ക്. അവിടെ പോയി നിൽക്കുക. എല്ലാവരും റെഡി ആയിക്കോ. താഴെ നിൽക്ക്. മൂട്ടൂത്തി ഇങ്ങനെ നിൽക്ക്. Ready, 1, 2. Hurry up. മിടുക്കൻ. പിടിക്കണ്ട, പതുക്കോട്. ബഹളം വെക്കില്ലേ. എല്ലാവരും ലൈനായിട്ട് നിൽക്ക്. എല്ലാവർക്കും തരാം. നല്ല ചൂടുണ്ട് കേട്ടോ, സൂക്ഷിച്ചു കുടിക്കണേ. നിനക്ക് സ്റ്റാമിന കുറച്ച് കുറവാ. ഒന്നുകൂടി ഇരിക്കട്ടെ. അത് വാങ്ങിച്ചോ. മോളെ ചൂടുണ്ട്. നിനക്ക് ജോ, എഴുന്നേൽക്ക്. പിടി. പി.ടി. സാർ ഇങ്ങനെ പറഞ്ഞെന്ന് കരുതി നീ എന്തിനാ ഓടിക്കളഞ്ഞ്? ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചെന്നറിയോ? ഇത് കുടിക്ക്. അപ്പൊ നിനക്കോ? എന്റെ കാര്യം നീ നോക്കണ്ട. ആ ചേട്ടനെ പറ്റിച്ച് ഒരു ഗ്ലാസ് കൂടി വാങ്ങാൻ എനിക്കറിയാം. ഇത് കുടിക്ക്. അത് ശരി. നീ ഇവിടെ വന്നിരിക്കുക. അതിന് ഞാൻ എന്നെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നീ നേരം വൈകിയപ്പോ എനിക്ക് ദേഷ്യം വന്നു, അത്രയേ ഉള്ളൂ. വാ, നമുക്ക് ഗ്രൗണ്ടിലേക്ക് പോവാം.
ഇതാണ് ഗീവർഗീസിന്റെ ശിക്ഷ. ലേറ്റ് ആയതിന്. ട്രാക്കിലോടുമ്പോൾ ടൈമാണ് നമ്മുടെ ശത്രു. അതിനെ പരാജയപ്പെടുത്തുന്നതാവണം നമ്മുടെ ലക്ഷ്യം. ജോയല്ലേ അത്? ആ നിർത്ത് വന്ന് വണ്ടി കയറി. ഇവനെ ഞാൻ ഇന്ന് ഇറങ്ങി വാടാ, ഇറങ്ങി വാടാ. ഇവനെ ഞാന് സക്കറിയ, ഇറങ്ങാൻ എവിടാടാ തെണ്ടി എന്നാ സക്കറിയ? എന്നാ ഇത്? നിർത്ത്. ചുമ്മാ ഇരിക്കുന്നു. എന്നാത്തിനാ ഈ കുഞ്ഞിനെ ഇങ്ങനെ തല്ലുന്നത്? എന്നതാ നിങ്ങൾ ഈ കാണിക്കുന്നേ? ഇവൻ എന്നാ ചെയ്തിട്ട് ഇവനിങ്ങനെ അടിക്കുന്നേ? നീ അവനെ ഭക്ഷണാക്കുന്നത്. ഓ, എന്നാ സക്കറിയ ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? ഒന്ന് ചുമ്മാ അതിന് മാത്രം ഇവിടെ എന്നതാ ഉണ്ടായേ? പിന്നെ പിള്ളേരെങ്ങനെ തല്ലിയില്ലോ വളർത്തുന്നേ? എന്നാ ഉണ്ടായതെന്നോ? കാലത്ത് തോട്ടത്തിൽ നിന്ന് മുങ്ങിയതാവൻ. ഞാൻ നിന്നോട് ചോദിച്ചില്ലേ ഇവൻ എവിടാ പോയതെന്ന്? നീ ഒന്നും പറഞ്ഞില്ല. നോക്കുമ്പോഴേ ആ സ്കൂൾ ഗ്രൗണ്ടിൽ കിടന്ന് പറഞ്ഞിട്ട് വരുന്നു. ഈ പിള്ളേരെ മുഴുവൻ വഴിതെറ്റിക്കുന്നത് ആ ഗീവർഗീസ് സാർ. ഈ അടി ശരിക്കും അയാൾക്കിട്ട് കൊടുക്കേണ്ടത്. അയാൾക്കൊക്കെ ശമ്പളം കിട്ടാൻ വേണ്ടി ഒടുക്കത്തൊരു സ്പോർട്സ്. സക്കറിയ, ആ താൻ പോയിക്കോ, ഞാൻ വന്നേക്കാം. എന്റെ മോൻ ഒരു തുള്ളി വെള്ളം പോലും ഇതുവരെ കുടിച്ചിട്ടില്ല. ആ കുടിക്കണ്ട. അല്ലെങ്കിലും എനിക്കറിയാം ചില നേരത്തെ നിങ്ങൾ ഇങ്ങനെ. നീയൊക്കെ അത് പറയും. പിള്ളേരായാലേ അങ്ങനെ ഓടാനും ചാടാനും ഒക്കെ പോയെന്നിരിക്കും. അതിന് ഇങ്ങനെയല്ല അവനെ ശിക്ഷിക്കേണ്ടത്. പഠിക്കേണ്ട സമയത്ത് പഠിക്കണം, ബാക്കിയുള്ള സമയത്ത് കുടുംബം നോക്കണം. ഓട്ടവും ചാട്ടമായിട്ട് നിന്നാലേ കുടുംബം മുന്നോട്ട് പോകത്തില്ല. അതിനിപ്പോഴേ അധ്വാനിച്ച് ശീലിക്കണം, മനസ്സിലായോ? ചേട്ടാ ചേട്ടാ എണീക്ക്. അപ്പച്ചൻ അടിച്ചപ്പോ ചേട്ടന് വേദനിച്ചോ? പിന്നെന്തിനാ കരയുന്നേ? ഇനി എനിക്ക് ഗ്രൗണ്ടിൽ പോകാനൊക്കില്ല. ഏത്തപ്പഴം പാലും ഒന്നും കിട്ടില്ല. സാരില്ല, മോൻ ഓടാൻ ഇഷ്ടമാണെങ്കിൽ അമ്മച്ചി വിടാ. പക്ഷേ മോൻ നന്നായിട്ട് പഠിക്കണം. അതുകൊണ്ടല്ലേ അപ്പച്ചൻ ഇങ്ങനെയൊക്കെ വഴക്ക് പറയുന്നേ. മോനിത് കുടിക്കേ. എങ്കിലും എന്റെ സക്രിയ ഓട്ടത്തിന് ചേർന്നെന്നും പറഞ്ഞ ആ ചെറുക്കനെ ഇങ്ങനെ ഇട്ട് തല്ലണ്ടായിരുന്നു. കളി കൊണ്ട് നടന്നാലുള്ള കുഴപ്പം തനിക്ക് അറിയാത്തത് കൊണ്ടാ. പഠിത്തത്തിൽ പിന്നോട്ട് പോയാലേ പിന്നെ അത് ഒരിക്കലും തിരിച്ചു പിടിക്കാൻ ഒക്കത്തില്ല. എന്റെ അനുഭവം കൊണ്ടാ ഞാനിത് പറയുന്നത്. എന്റെ ചെറുപ്പത്തിലെ ഇതുപോലെ അടി കൊടുക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ വല്ലവന്റെയും തോട്ടത്തിൽ കിടന്ന് ഇതുപോലെ കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നു. അതൊക്കെ പണ്ടത്തെ കാര്യങ്ങളല്ലേ. ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും മിടുക്കന്മാരാണോ എന്ന് കരുതി ഒരു പരീക്ഷണത്തിന് ഞാനില്ല. എനിക്ക് പകരം ഒരു ആണായിട്ട് ഇനി അവനാ. അവൻ പഠിച്ചൊരു ജോലിക്കാരനായിട്ട് വേണം എനിക്കൊന്ന് വിശ്രമിക്കാൻ. പിന്നെ ചെറിയൊരു കൂര വെക്കണം, ആ മുതലാളിയുടെ കടവും വീട്ടണം. അതൊക്കെ താൻ പോലും അറിയാതെ അങ്ങ് നടന്നു പോകും. താൻ സമാധാനമായിട്ടിരിക്കും. അമ്മച്ചി, ഇന്നലെ എന്നെ ഗീവർഗീസ് സാറ് വഴക്ക് പറഞ്ഞു വൈകിയതിന്. ആര് പറഞ്ഞു അത്രയും നേരം അപ്പച്ചൻ്റെ അടുത്ത് പോയിരിക്കാൻ? അമ്മച്ചല്ലേ പറഞ്ഞത് കാലത്ത് അപ്പച്ചനെ കുറച്ച് സഹായിക്കണമെന്ന്. ആ പറഞ്ഞത് നേരാ. ഇപ്പോഴേ അധ്വാനിച്ച് പഠിച്ചാലേ നാളെ വല്ലവന്റെ മുമ്പിൽ തല ഉനിക്കാണ്ട് നിൽക്കാൻ പറ്റൂ. എന്ന് വെച്ച് സ്പോർട്സ് സ്കൂളും വിട്ടിട്ടുള്ള അധ്വാനമൊന്നും വേണ്ട. എടി ഷൈനി, നീ അവിടെ എന്നാ എടുക്കുക? ആ പൊയ്ക്കോ, ഇപ്പൊ തന്നെ വൈകി. മക്കൾ എന്തെങ്കിലും കഴിച്ചിട്ടാന്നോടി പോകുന്നേ? കഴിച്ചു. നീ എന്തെങ്കിലും കുടിക്കാനെടുക്ക. മോനെ ഇതെന്താ പോക്കി തന്നെ? ചേട്ടാ ഞാൻ പോവാ. നീ നടന്നോ, ഞാൻ വന്നേക്കാം. ഇതൊന്ന് കെട്ടിക്കോട്ടെ.
ജനഗണമന അതിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത പഞ്ചാബ സിന്ധു ഗുജറാത്ത മറാഠ ദ്രാവിഡ ഉത്കല ഗംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉജ്ജല ജലധി തരംഗ തവ ശുഭ നാമേ സാഗേ जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे എത്ര സുന്ദരം എത്ര സുന്ദരം എത്ര സുന്ദരം എത്ര സുന്ദരം എന്റെ മലയാളം എന്റെ മലയാളം മുത്തുപവിഴങ്ങൾ കൊരുത്തൊരു മുത്തുപഴങ്ങൾ കൊരുത്തൊരു പൊന്നുനൂൽ പോലെ. പൊന്നുനൂൽ പോലെ. ടീച്ചർ സിജി പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. ജോസ് സക്കറിയ, വിഷ്ണു, ജിത്തു, മിലൻ, മിന്നു, ലിറ്റി, ദേവിക. സബ് ജില്ലാ മീറ്റിന് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ പീരീഡ് കഴിഞ്ഞാലുടൻ ഗ്രൗണ്ടിൽ പോയി റിപ്പോർട്ട് ചെയ്യണം. സിറ്റ് ഡൗൺ. എത്ര സുന്ദരം എത്ര സുന്ദരം എത്ര സുന്ദരം എത്ര സുന്ദരം എന്റെ മലയാളം. എന്റെ മലയാളം. പുതുഗീതം പാടേണ്ടേ കള്ളം ചേർന്നിടും കഥയെല്ലാം തീരേണ്ടേ മോവിൻ ട്രാപ്പിൽ നിന്നോ പോകൂ അകലെ മോവിൻ ട്രാപ്പിൽ നിന്നോ പോകൂ അകലെ ഉണ്ണി നീ മണ്ണിന്റെ കൺമണിയാകട്ടെ വിണ്ണിൽ നീ വിണ്ണിടും കൺകണിയാകട്ടെ ലക്ഷ്യങ്ങൾ നേടാനോ അച്ചമുറുക്കേണ്ടേ വ്യാജപ്പേരോടെ
ജയമിന്നോ നൂറല്ലേ തോറ്റായെന്നാലും ചതി കൊണ്ടേ നേടല്ലേ ത്യാഗം പടയോട്ടമൊരുക്കിയ നാട്ടിൽ പദയാത്ര നടത്തിയ താതൻ ഉരുവിട്ട് പഠിച്ചൊരു പാഠം കുഴികുത്തി അടക്കിയ കാലം തന്നിടാൻ പവനെന്നും നേടിടാൻ വീര്യം ചോർത്തിടും വിളയെല്ലാം നീക്കണ്ടേ നോവിൻ ട്രാപ്പിൽ നിന്നോ പോകൂ അകലേ നോവിൻ ട്രാപ്പിൽ നിന്നോ പോകൂ അകലേ എങ്ങനെയുണ്ട് ഗീവർഗീസേ നമ്മുടെ പിള്ളേര്? പിന്നെ എല്ലാരും ഒന്നിനൊന്ന് മെച്ചം. ഇത്തവണയും ട്രോഫി നമുക്ക് അടിച്ചെടുക്കണം. അതുപോലെ തന്നെ വ്യക്തിഗത ചാമ്പ്യൻഷിപ്പും. അതെന്റെ ഒരു വാശിയാ. തെക്കേമല സ്കൂളും നമ്മളും തമ്മിൽ ആ മത്സരം എന്നുള്ളത് അറിയാമല്ലോ. അറിയാം. ബാക്കിയെല്ലാം കർത്താവ് നോക്കിക്കോളും. ഇല്ല, ഇവിടെ നിന്ന് അങ്ങനെ ആരും ഒരു സ്പോർട്സിനും പോകുന്നില്ല. കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞ കാര്യം നിനക്കറിയാലോ. അതിന് പരീക്ഷ വരുന്നല്ലേ ഉള്ളൂ. അപ്പോഴേക്കും അവൻ പഠിച്ചോളും. ഇതാകെ 2 ദിവസത്തെ കാര്യല്ലേ ഉള്ളൂ. സ്കൂളിന് പേര് കിട്ടാൻ വേണ്ടി അവരങ്ങനെ പലതും പറയും. അതിനൊക്കെ നമ്മൾ തുള്ളാൻ നിന്നാലേ ഇവന്റെ ഭാവിയാ പോകുന്നത്. ഈ സ്പോർട്സ് ഒക്കെ പണക്കാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യ. ഈ പറഞ്ഞ ഒരു സ്പോർട്സുകാരും അവസാനം ഈ കുടുംബം നോക്കാനുണ്ടാവില്ല. എനിക്കെന്തെങ്കിലും പറ്റിയാലേ നീയാ ഇവരെ നോക്കേണ്ടത്. ആ ഓർമ്മ വേണം. ആ അപ്പച്ച, ഈ പ്രാവശ്യം മാത്രം എന്നെ ഒന്ന് പോകാൻ വിടണം. ഇത്തവണ പോയാ പിന്നെ ഞാൻ ഒരു സ്പോർട്സിനും പോവില്ല. സത്യം. ഒന്ന് പറ അപ്പച്ച. വീട് അപ്പച്ച. അതാണ് നിങ്ങളുടെ ഒക്കെ ആഗ്രഹമെങ്കിൽ ഞാനായിട്ടത് മുടക്കുന്നില്ല. എന്നാ പോകാൻ ഒരുങ്ങിക്കോ. വേഗമാകട്ടെ മാതച്ച, വെയിലിങ് കേറി വന്നു. ഓ, ഇനി ഒരു 19 റബ്ബർ കൂടല്ലേ ഉള്ളു. അതങ്ങ് ഡബഡബാന്ന് തീരുമെന്ന്. അപ്പച്ച, അപ്പച്ച, നീ ഇതുവരെ പോയില്ലേ? യാത്ര പറയാൻ വന്നതാ. അത് വെളുപ്പിനെ പറഞ്ഞതല്ലേ, പിന്നെന്താ വീണ്ടും ഒരു യാത്ര പറച്ചില്? ഞാൻ അപ്പച്ചനെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് സമ്മാനം കിട്ടാൻ അപ്പച്ചൻ പ്രാർത്ഥിക്കണം. അത് പിന്നെ ഇല്ലാണ്ടിരിക്കോ? നീ ഓടണം, ഒന്നാമതാവണം. ഇവിടെ മാത്രം പോരാ, ഇന്ത്യയിലെ 1ാമത്തെ ഓട്ടക്കാരനാവണം. അത് ഈ അപ്പച്ചനെ കാണണം. ഇല്ലയോടോ മാത്തച്ച? അതെ അതെ, യവൻ മിടുക്കരാവും. ഈ മല മുഴുവനും ഓടിക്കയറിയ കാലല്ലയോ ഇത്. ഇത്തവണത്തെ മത്സരത്തിൽ യവൻ തന്നെ ഒന്നാമൻ. അപ്പൊ പത്രത്തില് ഞാനും ഇവനും കൂടി ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ വരും. ആ പടത്തിന്റെ ഒരു മൂലെ ഈ മാത്തച്ഛനെ കൂടെ നിർത്തണോ മോനെ? അത് പിന്നെ ഇല്ലാണ്ട്. ഇത് പിടിച്ചോ. പോകുമ്പോഴേ പാറേപ്പള്ളിയിൽ ഒരു കൂട് മെഴുകുതിരി കൂടി കത്തിച്ച് വെച്ചിട്ട് വേണം വണ്ടിക്കാൻ. ശരി അപ്പച്ച. എന്നാ ശരി മോനെ. ശരി ചെല്ലേ ചെല്ലേ. എന്റെ പാറ മാതാവേ, ഉണ്ണി നീ മണ്ണിന്റെ കൺമണിയാകേണ്ടേ, വിണ്ണിൽ നീ മിന്നിടും പൊൻകണിയാകേണ്ടേ, ലക്ഷ്യങ്ങൾ നേടാനോ കച്ചമുറുക്കണ്ടേ, ലക്ഷ്യത്തിൽ ചെന്നിടാൻ യാത്ര തുടങ്ങണ്ടേ, ലോകം നവലോകം ഇനി നിന്റേതാകേണ്ടേ, വീരിൽ ശരവീരിൽ വിജയങ്ങൾ കൊയ്യണ്ടേ, ലോകം നവലോകം ഇനി നിന്റേതാകേണ്ടേ, വീരിൽ ശരവീരിൽ വിജയങ്ങൾ കൊയ്യണ്ടേ, ഉണ്ണി നീ മണ്ണിന്റെ കൺമണിയാകേണ്ടേ, വിണ്ണിൽ നീ മിന്നിടും പൊൻകണിയാകേണ്ടേ. എല്ലാരും വന്നേ, വീട്ടിൽ കയറിയിട്ട് പോവാം. വന്നേ.
ഈ സ്പോർട്സ് ഒക്കെ പണക്കാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ പറഞ്ഞ ഒരു സ്പോർട്സുകാരും അവസാനം ഈ കുടുംബം നോക്കാനുണ്ടാവില്ല. ഇപ്രാവശ്യം മാത്രം എന്നെ ഒന്ന് പോകാൻ വിടണം. ഇത്തവണ പോയ പിന്നെ പിന്നെ ഞാൻ ഒരു സ്പോർട്സിനും പോവില്ല, സത്യം. മൊലാളി അപ്പോ അതങ്ങ് കൊടുത്തേക്ക്. അത് നഷ്ടമാ മുതലാളി. അല്ലേ തന്നെ എനിക്ക് കഷ്ടാലവാ. അല്ല മൊലാളി എന്നാടാ വണ്ടായി കാണിക്കുന്നത്? ഈ കണ്ട പറമ്പ് മുഴുവൻ കിടക്കുമ്പോ ആരേലും തുപ്പി ആ തുപ്പല് കോളാമ്പി സൂക്ഷിക്കുവോ? അതിപ്പോ മുതലാളിയുടെ ഐഡിയ എന്താണെന്ന് എനിക്ക് അറിയില്ലല്ലോ. 10-12 വർഷം കൊടയം പിടിച്ച് കോളാമ്പിയും തൂക്കി എന്റെ പുറകെ തൂങ്ങിയിട്ടും എന്റെ ഐഡിയ നിനക്ക് ഇതുവരെ മനസ്സിലായില്ലല്ലോ. ഒന്ന് പറഞ്ഞു കൊടുക്കും മാത്തച്ചാ, ശരിയല്ലേടോ? പിന്നല്ലാതെ എന്റെ മുതലാളി ഇതുപോലൊരു ശരി ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. അവനെ പിരിച്ചു വിടല്ലേ മുതലാളി, അവനൊരു കുഞ്ഞുകുട്ടി പരാധീനക്കാരൻ. ഓ അത് ശരി. അപ്പൊ താനും അവന്റെ ഭാഗത്തല്ലയോ? എന്റെ കണ്ണം നടയണം. പിന്നെ ഈ തോട്ടം നിങ്ങൾ തൊഴിലാളികൾക്കെടുത്ത് അങ്ങനെ പെരുമാറാവല്ലോ. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ അങ്ങനെ തന്നെ ആണല്ലോ. പേരിന് ഞാൻ ഒരു മുതലാളി, കാശ് മുഴുവൻ നിങ്ങൾക്കും. അല്ല ജോ എപ്പോ വന്നു? എന്താ കാലത്തെ? അത് മുതലാളി എന്നെ ഒന്ന് സഹായിക്കണം. എന്ത് സഹായം? എനിക്കിനി പഠിക്കണമെങ്കിൽ അഡ്മിഷനും ഫീസിനും ഒക്കെ ആയി കുറെ രൂപ വേണം. ആ ഇപ്പൊ വിദ്യാഭ്യാസം കച്ചവടമല്ലയോ, വേണ്ടി വരും. അതുകൊണ്ട് മുതലാളി ഒന്ന് സഹായിക്കണം. വെറുതെ വേണ്ട, കടമായിട്ട് മതി. ഓ അക്കാര്യം മാത്രം ഇവിടെ പറയണ്ട. ആ നീ താമസിക്കുന്ന വീണ്ടും സ്ഥലവും ആരുടേതാന്നാ വിചാരം? മുതലാളിയുടെ. ആ അപ്പൊ അറിയാം. നിന്റെ അപ്പച്ചൻ നിന്റെ അമ്മച്ചിയെ കല്യാണം കഴിച്ച് വന്ന് കയറിയപ്പോ താമസിക്കാൻ കൊടുത്തതാ വീട്. ചെറിയ വാടകയിൽ താമസം തുടങ്ങിയിട്ട് വർഷങ്ങളായി. ആദ്യമൊക്കെ കൃത്യമായിട്ട് വാടക തന്നു. പിന്നെ വാടകയുമില്ല, രസീതുമില്ല. മാത്രമല്ല നിന്റെ അപ്പച്ചൻ പണി ചെയ്ത് തീർത്തോളാന്നും പറഞ്ഞ് കുറച്ച് കാശ് എൻ്റെ നിന്ന് വാങ്ങി. അത് ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് എൻ്റെ മോനൊരു കാര്യം ചെയ്യും. എൻ്റെ പൊന്നുമോൻ ഇനി കോളേജിലൊന്നും പോണ്ട. ഇവിടെ എൻ്റെ ഈ തോട്ടത്തിൽ ഇങ്ങനെ നിന്റെ അപ്പച്ചനെ പോലെ പണിയെടുത്ത് വലിയ റബ്ബർ വെട്ടുകാരനായി പേരെടുക്കാൻ നോക്കണം. അങ്ങനെ വരുമ്പോ നിന്റെ അപ്പച്ചന്റെ കടവും തീരും, ഇവിടുത്തെ കാര്യവും നടക്കും. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണോ മാത്തച്ച? വാടോ, പഠിക്കാൻ നടക്കുക. ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. അങ്ങേര് പറഞ്ഞോർത്ത് മോൻ വിഷമിക്കണ്ട. നിന്റെ അപ്പച്ചൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിലേ മുമ്പേ ഈ പറഞ്ഞു പോയ വർത്താനം ഉണ്ടല്ലോ, അത് അദ്ദേഹം പറയില്ലായിരുന്നു. നിന്റെ അപ്പന്റെയും കൂടെ അധ്വാനമാ ഈ കാണുന്ന തോട്ടമല്ല. കണക്ക് പറഞ്ഞാലേ അങ്ങേരി തോട്ടം നിന്റെ പേരിൽ എഴുതേണ്ടി വരും. അതെനിക്കറിയാം മാത്തച്ചായ, തിരിച്ചു പറയാൻ അറിയാഞ്ഞിട്ടല്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞ ചിലപ്പോ എന്റെ അപ്പച്ചന്റെ ആത്മാവ് അത് പൊറുക്കില്ല. അതുകൊണ്ടാ. ഏയ് ജോ. ആ സാറോ? എന്താണാവോ ഈ വഴിക്ക്? വാ വാ, രാവിലെ തന്നെ പണിയിലാണല്ലേ. നീ ഇപ്പൊ എന്താ കോളേജിലൊന്നും പോകുന്നില്ലേ? പോണെന്നുണ്ട്, പക്ഷെ അതിന് കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടിയിട്ട് ആരെങ്കിലും പോവാതിരിക്കടോ? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല സാർ. നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ഞാനൊന്ന് നോക്കട്ടെ. അല്ല ഗീവർഗീസേ, ജോയ്ക്കു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാനാകും? അത് തന്നെയാണ് അച്ചോ എന്റെ ചോദ്യം. 5ാം ക്ലാസ്സിൽ വെച്ച അവനെ എന്റെ കൈ കിട്ടുന്നത്, ഓരോ മീറ്റിലും അവന്റെ ടൈമിംഗ് കൂടുന്നത് ഇന്നും എനിക്ക് അത്ഭുത.
പാട്യാലയിൽ വെച്ച് നടന്ന നാഷണൽ സ്കൂൾ മീറ്റിൽ ശിവറാം സിംഗ് 15 വർഷം മുമ്പിട്ട മീറ്റർ കാർഡല്ലേ അവനിപ്പോ തകർത്തത്. അതും ഈ സ്റ്റേറ്റ് മീറ്റിൽ. ഒരു പക്ഷേ ഒളിമ്പ്യൻ സുരേഷ് ബാബുവിനെ പോലെയോ PT ഉഷയെ പോലെയോ ഇന്ത്യയുടെ അഭിമാനമായി നമ്മുടെ ജോ മാറും. എന്തായാലും അവനെ നമുക്ക് പഠിപ്പിക്കണം, കോളേജിൽ അയക്കണം. പറയാനെടുപ്പ 1.5 ലക്ഷം രൂപ ഡൊണേഷനും എഴുത്താ പൊങ്ങാത്ത മറ്റു ചെലവുകളും ആരെടുക്കുമെന്ന് അച്ഛൻ പറയുന്നത്? ദൈവം നമ്മളെ അങ്ങനെ കൈവിടുമോ ഗീവർഗീസേ? ഇല്ല. അവനു വേണ്ടി എവിടെയോ ഒരു വാതിൽ തുറന്നു കിടപ്പുണ്ട്. താൻ എന്നാ പണിയാ ഈ കാണിക്കുന്നേ? അയ്യോ, ഏതവനാടാ പള്ളിപ്പറമ്പി കാരോട്ടം പഠിക്കുന്നേ? വന്ന് ഒന്നിനും ഒരു വ്യവസ്ഥയില്ലാണ്ടായോ? ഇതങ്ങനെ വിടാൻ പറ്റത്തില്ലല്ലോ. ഇറങ്ങി വാടാ സാത്താനെ. നിന്നെ കൊണ്ടൊരു മാപ്പ് മെഴുതിരി കത്തിച്ചിട്ടേ ഞാൻ വിടത്തുള്ളൂ. ഇവിടെ ഞാൻ കത്തിച്ച മാപ്പ് മെഴുതിരി ഒന്നും പാഴായി പോയിട്ടില്ല അച്ചോ. ഇനി എത്ര വേണേലും കത്തിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കർത്താവേ, ഇതെന്നാ അതിശയമാ. നീ എന്നാ വരുന്നതെന്നൊന്ന് ഫോൺ ചെയ്യാൻ മേലായിരുന്നോ? അത് പണ്ട് കുർബാനയ്ക്ക് അൾത്താര ഒരുക്കുമ്പോ അച്ഛന്റെ പിന്നിൽ ചെന്ന് കമ്പിപ്പടക്കം പൊട്ടിച്ച് അച്ഛനെ ഞെട്ടിച്ച ശീലം ഇവിടുത്തെ ശീലങ്ങളൊന്നും മറക്കാൻ പറ്റത്തില്ല അച്ചോ. ചോട്ടയിലെ ശീലം. പാടാ തെമ്മാടി, എന്നാ കാര്യങ്ങളാ പറയാനുള്ളത്? തനിക്ക് ഇപ്പോഴൊന്നും ഇങ്ങോട്ട് വരാൻ തോന്നിയത് കർത്താവിന്റെ നിശ്ചയം തന്നെയാ. സ്കൂളിലായിരുന്നപ്പോ ഏറ്റവും മിടുക്കനായ അത്ലറ്റായിരുന്നു നീ. അന്നത്തെ ചുറ്റുപാടിൽ കുടുംബം പോറ്റാനാ നിന്റെ ഗെയിംസിനോടുള്ള ഇഷ്ടമൊക്കെ നീ ഉപേക്ഷിച്ചത്. അതുകൊണ്ട് നിന്റെ കുടുംബം രക്ഷപ്പെട്ടു, നീ സമ്പന്നനായി. നല്ല കാര്യം തന്നെ. ഇതിപ്പോ ഒരു തനിയാവർത്തനം പോലെ ഇവിടെ ഒരു പയ്യൻ, ഓട്ടത്തിലും ചാട്ടത്തിലും ഒക്കെ മിടുക്കൻ. അവൻ ഈ രാജ്യത്തിന് വേണ്ടി ഒളിമ്പിക് മെഡൽ കൊണ്ടുവരുമെന്നുള്ളത് എനിക്കുറപ്പാ. പക്ഷേ ചുറ്റുപാടുകൾ സമ്മതിക്കത്തില്ല. ദാരിദ്ര്യമാ. പഴയ നിന്നെയാ ഞാൻ അവനിൽ കണ്ടത്. നിനക്ക് നടക്കാതെ പോയ ആ സ്വപ്നം അവനിൽ കൂടി സാധിക്കരുതോ? അവനെ നിനക്ക് സ്പോൺസർ ചെയ്യാൻ ഒക്കുമോ? അച്ഛൻ എന്നതായി പറയുന്നേ? ചെയ്യാൻ ഒക്കുമെന്നോ? അങ്ങ് വന്ന് ചെയ്യാടാ തമ്മാടി നല്ലയോ പറയണ്ടേ? നമ്മള് ചെയ്യുവച്ചോ, അവന്റെ സ്വപ്നങ്ങൾ നമ്മൾ നടത്തി കൊടുക്കും. ഞാനൊന്ന് പേടിച്ചുപോയി. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മുകുന്ന, ജോ അപ്പുറത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. വന്നാട്ടെ. നല്ല അധ്വാനിയാ. നീ ഒന്നിങ്ങ ഇറങ്ങി വന്നേ. നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. മോനെ, മൂന്നാ, ഇവനാണ് ജോ. നമസ്കാരം. ജോ, ഞങ്ങളൊരു പുതിയ കാര്യവുമായിട്ടാണ് വന്നത്. ഞങ്ങൾ നിന്നെ കോളേജിൽ അയച്ച് പഠിപ്പിക്കാൻ തീരുമാനിച്ചു. പണം മുടക്കി തന്നെ. ഞങ്ങളെന്ന് പറഞ്ഞാ ഞാനല്ല, ഇവൻ മുകുന്ദൻ. ഞാനും ഇതുവഴിയേ വന്നവനാണ് ചോ. പണ്ട് സ്കൂളില് ഓട്ടത്തിനും ചാട്ടത്തിനും കമ്മം കയറി നടന്ന കാലത്ത് വീട്ടിൽ പട്ടിണിയാവുന്നത് കണ്ട് വയറ്റിപ്പഴപ്പിന് വണ്ടി കയറിയവനാ ഞാൻ. കാശില്ലാത്തതുകൊണ്ട് ദൈവനും ആ വഴി വരണ്ട. എനിക്കാവുന്ന പോലെ നിന്നെ എനിക്ക് സഹായിക്കാൻ പറ്റിയ അത് ഞാൻ എൻ്റെ ഈ ഗോഡ് ഫാദറിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ദക്ഷിണയാ. എൻ്റെ പുണ്യവാ. നമുക്ക് ചെയ്യാം ചോ. വേണ്ടച്ചോ, ഇതൊക്കെ കാശ് ചെലവുള്ള കാര്യങ്ങളാ. ഞങ്ങൾക്കിതൊന്നും തിരിച്ചു വീട്ടാനുള്ള കഴിവില്ല. അതിനിപ്പോൾ ഉടനെ തിരിച്ചു വരണമെന്ന് ആരാ പറഞ്ഞേ? ഇവൻ പഠിച്ച് വലിയ നാഷണൽ ചാമ്പ്യനൊക്കെ ആവുമ്പോൾ ഒരുപാട് കാശ് വരുമ്പോൾ അന്ന് മനസ്സുണ്ടേല് ഓർമ്മയുണ്ടേല് എന്നാ മതി. അതെ, ഇത് ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്നൊരു ഉപകാരമായിട്ട് കാണണ്ട. എനിക്ക് നല്ല ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾ തരുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ കണ്ടാ മതി. അതാ.
നല്ല ക്യാമ്പസ് ആണല്ലോ. എന്തോ കണ്ടോണ്ട് നിൽക്കുക? വാ, വന്നേ വന്നേ. ആ ബ്ലോക്കിലാന്നാ തോന്നുന്നത്. ഈ സ്റ്റൈലൊന്നും ഇവിടെ ചിലവാവില്ല മോനെ. കൊള്ളാലോ അളിയാ. ഇതേതാടാ ഈ പുതിയ അവതാരം? എന്നതാടാ രാവിലെ കാച്ചിലും പുഴുക്കുവാന്നോ കഴിച്ചേ? കൂവിൽ നിന്നൊരു ആയം പോരാ അല്ലയോടാ? വേണ്ട സാർ. ഹാ, ചോദിക്കട്ടെ, കൂവിക്കേ. നേരത്തെ കൂവി ആരാന്ന് വെച്ചാൽ ഒന്നുകൂടെ കൂവണം. അല്ലെങ്കിൽ ആയത്തെ കൂവലിനെ ഒരു അഹങ്കാരം വരും. വേണ്ട ബാബി, ഒരുപാട് ഇത്തരം വരാന്തേ കൂടെ നടന്നാ ഇതുവരെ എത്തിയേ. എന്റെ റോഡിലൂടെ മങ്ങണി വണ്ടി ഓടിച്ച് പഠിക്കല്ലേ? എന്താ പ്രശ്നം? വെറുതെ സാർ, ഒന്നുമില്ല. ഓ, ഒന്നുമില്ല സാറേ. പിള്ളേർ വരാന്തയിൽ കുറുക്കന് പഠിക്കുക. ഐ എം സോറി, ഞാൻ ഇവിടുത്തെ പ്രിൻസിപ്പളാ. നമസ്കാരം. ഇവരുടെ കാര്യം ഞാൻ പിന്നീട് ഡീൽ ചെയ്തോളാം. നിങ്ങൾ വന്നത്? ഞാനിവന്റെ അഡ്മിഷൻ കാര്യത്തിന് ഫാദർ ഇടമണ്ണയിൽ വിളിച്ചില്ലായിരുന്നു. ആ, ഓക്കെ ഓക്കെ ഓക്കെ. ജോ എന്നല്ലേ പേര്? അതെ സാർ. സ്പോർട്സ് കോട്ട അഡ്മിഷൻ അല്ലേ? ആ, അതെ. എല്ലാരും ക്ലാസ് വെക്കോ. നമുക്ക് ഓഫീസിലേക്ക് പോവാം. വാ വാ. ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ. ബോർഡ് കണ്ടില്ലേ? കമാൺ. പിന്നെ ഞാൻ ഇവിടെ എങ്ങും വരേണ്ട ആളല്ല. അത് മനസ്സിലായി. By the way, what is your name? ജോ. Oh, Joe. Come on. From സ്ഥലം? ഹൈ റേഞ്ചിലാ. സ്പോർട്സ് ആണെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി. ഇവിടെ സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടിയവരൊക്കെ പഠിക്കാൻ കുറച്ച് ലോ ആണെങ്കിൽ സ്പോർട്സിൽ ഹൈ റേഞ്ചാ. ചേട്ടന്റെ പേര്? ചേട്ടാന്നൊന്നും വിളിക്കണ്ട. വിശാൽ. Come on. അതെ, വിശാൽ വിശ്വനാഥ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പേരിന്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ഇവിടെ നിൽക്കേണ്ട ആളല്ല. പിന്നെ വീട്ടിലെ പട്ടിണി മാറ്റാൻ വേണ്ടി ഇത് ജസ്റ്റ് ഒരു ടൈം പാസ്. ഓ, അപ്പൊ സ്ഥിരമല്ല അല്ലേ? അല്ല, യൂണിഫോം ഇല്ലാത്തോണ്ട് ചോദിച്ചാ. എഴുന്നേറ്റ് പോടെ. താൻ എന്ത് വിട്ടിത്തരോടെ പറഞ്ഞത്? ഇവിടെ എന്താ സ്ഥിരമായിട്ടുള്ളത്? എല്ലാം മിഥ്യല്ലേ. ഇപ്പൊ തന്നെ താൻ ഇന്നലെ വരെ എവിടെയായിരുന്നു? അത് വീട്ടില്. ആ, അപ്പൊ ഇന്നോ? ഇവിടെ. അപ്പൊ തന്നെ മനസ്സിലായില്ലേ, ഒന്നിനും ഒരു സ്ഥിരതയില്ല. ഇന്നലെ ഒന്ന് സംഭവിക്കുന്നു, ഇന്നൊന്ന് സംഭവിക്കുന്നു. ഇതിനെയാണ് പ്രപഞ്ചത്തിന്റെ പ്രകേളിയ എന്ന് പറയുന്നത്. അത് ശരി. എന്താണൊന്നും പഠിക്കാനല്ലേ? ഉണ്ട്, ചീട്ടുകളി പഠിച്ചോണ്ടിരിക്കുക. ഇതാണ് ഈ കോളേജിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു മിനിറ്റ് പോലും നമ്മളെ പിള്ളേര് വെറുതെ ഇരിക്കില്ല, എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടിരിക്കും. ഒരു സബ്ജക്ട് അല്ലെങ്കിൽ മറ്റൊരു സബ്ജക്ട്. ഇത് ബെസ്റ്റ് സബ്ജക്റ്റാ. അപ്പൊ ഇതാണ് മുറി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും നല്ല പണിയിലാണല്ലോ. ഇതാണ് പുതിയ ഫ്രണ്ട്സ് ജോ. നിങ്ങളുടെ ടീം സ്പോർട്സാ. ഹലോ ജോ. ഹലോ, ഞാൻ ഹരി. ഇത് ദീപു. ഹലോ, ഇത് അനൂപ്. നല്ല പഠിത്തോ. എല്ലാരും അത്ലറ്റ്സ് അല്ലേ? അല്ല, ഞാൻ വോളിയാ. ഞാൻ അത്ലറ്റാ. പാലായിലാ വീട്. ഞാൻ ഇടുക്കിയ. എന്താ ജോയിൻ ചെയ്യാൻ എത്ര വൈകിയത്? അത്രക്ക് കുറച്ച് പഠിച്ചാ മതിയല്ലോ. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ താഴെ ഉണ്ടാവും. ഓക്കെ. ആ ഗൗതം, ഇന്നു മുതൽ നിങ്ങളുടെ മുറിയിൽ ഒരു പുതിയ ആൾ കൂടി ഉണ്ട്, ജോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം. ഓക്കെ. ഇപ്പൊ വന്നേ ഉള്ളൂ. ഞങ്ങൾ 4 പേര് മാത്രം റൂമിലുണ്ടായിരുന്നുള്ളൂ. ഒരാൾ കൂടി വരുമ്പോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പ്രശ്നമൊന്നുമില്ലല്ലോ? അയ്യോ, അതിനെന്താ, കുഴപ്പമൊന്നുമില്ല. എ ബ്ലോക്കിൽ റൂം ഒഴിവ് വരുമ്പോ അങ്ങോട്ട് മാറാം. വേണമെന്നില്ലെന്നേ. എന്ന സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് ഡ്രസ് ചേഞ്ച് ചെയ്യും. ഓക്കെ. റൂമൊക്കെ ആകെ അലങ്കോലായിരിക്കുക. ആ കട്ടിലാകെ പൊടി പിടിച്ച് കിടക്കുക. ജോയുടെ ബുക്കൊക്കെ ഈ മേശയിൽ വെക്കാം. പിന്നെ ടേബിൾ ലാമ്പും മറ്റുമെല്ലാം വേറെ വാങ്ങണം. ശരി. ഇവിടെ ജംഗ്ഷനിലുള്ള ഷോപ്പുണ്ട്. ലാമ്പും സാധനങ്ങളൊക്കെ അവിടുന്ന് വാങ്ങാം. വേണമെങ്കിൽ ഞാൻ വരാം. അല്ലെങ്കിൽ വൈകുന്നേരം നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം. എനിക്ക് കുറച്ച് സാധനം വാങ്ങണ്ട്. ജോ, ഏത് ഐറ്റം? ഞാൻ 200, 400, 800 പിന്നെ ലോങ് ഉണ്ട്. ഏതായാലും ജോ നമ്മുടെ റൂമിൽ തന്നെ വന്നത് നന്നായി. അത് ശരിയാ. ഇതൊക്കെ പിന്നെയോ, നമുക്ക് താഴെ ക്യാൻറ്റീനിൽ പോയി ഒരു ചായ കുടിച്ചിട്ട് വരാം. അയ്യോ, ഞാനിപ്പോ കുടിച്ചതേ ഉള്ളൂ. താങ്ക്സ്. എന്നാലും ഒരു ടീ.
എന്നാ ശരി, വാ പോടോ. എന്നാ നമുക്ക് പോവാം. എപ്പോഴും ഉണ്ടായി ചായ കുടി. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കണം. രാവിലെ പ്രാക്ടീസ് തുടങ്ങിയതായി ചായ കുടി ശീലം. ഇവൻ ഉറക്കൊന്നുമില്ല, ഇവൻ രാവിലെ പ്രാക്ടീസ് തുടങ്ങും. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. നിന്റെ ആ സ്പോൺസർ സർ പോയായിരുന്നോ? അതവള് മുകളിലുണ്ടോ? മനസ്സിലായില്ല. നിന്നോടല്ലടാ ചോദിച്ചു, അവനോടാ. സാറ് പോയി. ശരി ശരി, വാ പോവാം. വാടാ പോവാം. എന്താ അത്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പിള്ളേർക്കൊക്കെ എന്തൊരു മൈൻഡ് ഇല്ലാത്തത്. ആ ബഹുമാനം കൊണ്ടായിരിക്കും. ഗുഡ് മോർണിംഗ്. 1 2 1 2 1 2 ഈസി. ആ കൈയെടുത്ത് നടുവിന് വൈകിടും. സാർ, നിങ്ങൾ ഇനി ഗ്രൗണ്ടിൽ ചെന്ന് പ്രാക്ടീസ് ചെയ്യും. ഹലോ ഗൗതം. നമസ്കാരം സാർ. ആ പുതിയ കൂട്ടുകാരനുണ്ടല്ലോ, ഇന്നലെ വന്നു എന്നറിഞ്ഞു. ഇതാണ് നമ്മുടെ PT സാർ. നമസ്കാരം സാർ. ഹലോ, ഐ ആം സുശീലൻ, NIS കോച്ച് ഫ്രം പാട്യാല. ഞാൻ സ്പോർട്സിന്റെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റാ. വിട്ടുവീഴ്ചയില്ലാത്ത പരിശീലന പരിപാടി ആയിരിക്കും എൻ്റെ. അത് ശരി സാർ. മോർണിംഗ് 6 o'clock ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യണം. സ്പോർട്സിൽ എന്തെങ്കിലും ആകണമെങ്കിൽ നിങ്ങളെ പരിപൂർണമായും എനിക്ക് ഗ്രൗണ്ടിൽ കിട്ടണം. കഴിഞ്ഞ വർഷം നാഷണൽ മീറ്റിന് കേരളത്തിന് 8 ഗോൾഡാണ് ടോട്ടൽ. അതിൽ 5 എന്റെ കുട്ടികൾക്കാ. പിന്നെ വെള്ളി വെങ്കലം ഇതൊക്കെ ആര് നോക്കുന്നു? ഗ്രൗണ്ടിൽ തൊട്ടാൽ പൊന്നായിട്ട് വേണം തിരിച്ചു വരാൻ. പിന്നെ കള്ളുകുടി, കഞ്ചാവ്, സിഗരറ്റ് ആൻഡ് അതർ പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് സസ്പെൻഷൻ ഫ്രം സ്പോർട്സ് ആൻഡ് ഗെയിംസ്. ചിലപ്പോ കോളേജിൽ നിന്ന് തന്നെ പുറത്തു പോകേണ്ടി വരും. മനസ്സിലായല്ലോ? ഓക്കെ ഓക്കെ സാർ. കഴിഞ്ഞ വർഷം ഈ കോളേജിൽ നിന്ന് അങ്ങനെ പറഞ്ഞയച്ച 3 പേരും എന്റെ കുട്ടികളാണ്. അതുകൊണ്ട് പേരുദോഷം ഉണ്ടാക്കി വെക്കരുത്. നമ്മുടെ കോളേജ് സ്പോർട്സിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിലും ഗ്രൗണ്ടിന് തീരെ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഗ്രൗണ്ടും ട്രാക്കും ഒക്കെ നമ്മുടെ റോഡ് പോലെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക. സ്കൂളിൽ നിങ്ങളുടെ PT ആരാണെന്നാ പറഞ്ഞേ? ഗീവർഗീസ് സാർ. ഓ, ആ ആരാച്ചാരുടെ മുഖമുള്ള എക്സ് സർവീസ്മാൻ, അഗ്ലി ഫേസ്. തീരെ പ്രൊഫഷണൽ അല്ല. തമ്മന സ്കൂളിലുള്ള ആ തോമസ് മാഷിന്റെ വാല കെട്ടാൻ കൊള്ളില്ല. ഏതായാലും ജോ വന്നത് കറക്റ്റ് സമയത്താണ്. അടുത്ത ആഴ്ച യൂണിവേഴ്സിറ്റി മത്സരത്തിനുള്ള ടീം സെലക്ഷൻ നടക്കുകയാണ്. അതിൽ പങ്കെടുക്കണം. ശരി സാർ. ആ, നിങ്ങൾ റെഡിയാവും. ശരി സാർ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആള് സിമ്പിളാ. ഫുൾ ടൈം നമ്മൾ ഗ്രൗണ്ടിലും ഹോസ്റ്റലിലൊക്കെ തന്നെ ഉണ്ടാവും. ഇതെങ്ങനെയുണ്ട്? കൊള്ളാം. ഇതോ ഒരു സുഖമില്ല കളർ. ഇത് കൊള്ളാം. ഇത് നിനക്ക് ചേരും. ഇതും കുഴപ്പമില്ല. ബാലമുരുകൻ. അയ്യോ, ഇതിനേക്കാളും വില കുറഞ്ഞുണ്ടാവോ? എന്റെ ചേട്ടാ, ഏത് ഷോപ്പിനേക്കാളും വില കുറച്ചാണ് ഇവിടെ സാധനങ്ങൾ കൊടുക്കുന്നത്. അത് കമ്പനി സാധനം. കേട്ടാ? അതൊന്ന് കാണിച്ചേ. ഇത് ആയിട്ടാ. ഈ കളർ എടുക്ക്, സാറിന് അടിപൊളിയായിരിക്കും. അതെ, ഇത് കൊള്ളാം. കൊള്ളാം. കൊള്ളാം അല്ലേ? ആ, ഇതൊന്ന് എടുത്തു വെച്ചേ, ഞങ്ങൾ അപ്പുറത്ത് നോക്കിയിട്ട് വരാം. വാ. ദീപു, ഹരി, എന്താ പ്രശ്നം? ജോയുടെ ആ കുളിക്കുവാ. ജോക്ക് ഒരു ഗസ്റ്റ് ഉണ്ട്, താഴെ വെയിറ്റ് ചെയ്യണം. എടാ അനൂപേ, ഇങ്ങനെ ഫുൾ ടൈം പഠിച്ചോണ്ടിരുന്നാലേ ഫൈനൽ സെമിസ്റ്റർ ആവുമ്പേ നിനക്ക് വട്ടായി പോവും. പണ്ടീ മുറിയിലേ ഇങ്ങനെ ഒരുത്തരുണ്ടായിരുന്നു, പ്രവീൺ. അവൻ പഠിച്ചേ അവസാനം വട്ടായി പോയി. നീ പഠിച്ചോ, നിനക്ക് വട്ടായിൽ കാണാനേ നല്ല രസമായിരിക്കും. എന്നെ ആരാ അന്വേഷിച്ചത്? ഞാനാ. മിസ്റ്റർ, ജസ്റ്റ് എ മിനിറ്റ്, ഒരു കാര്യം പറയാനുണ്ട്. വരുന്നുണ്ട്. താനിവിടെ പുതിയതല്ലേ? അതെ. ഇന്നലെ ഷോപ്പിങ്ങിന് വന്നിരുന്നോ? ഉവ്. ഏത് പട്ടിക്കാട്ടിലെ സ്ഥലം? ഇതെന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അത് ചോദിക്കാനാ ഞങ്ങളും വന്നിരിക്കുന്നത്. തനിക്ക് എന്തിന്റെ സുഖേടാ? കണ്ട പെമ്പിള്ളാരെ ഡ്രസ് എടുത്തോണ്ട് പോരെ. ഏത് ഡ്രസ്? ആഹാ, അത് ശരി, അറിയില്ല അല്ലേ? ഇല്ല. ചില തെലുങ്ക് സിനിമകളിൽ ഇത്തരം കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യം നായികയുടെ മൊബൈൽ ഫോൺ തട്ടിയെടുക്കുക, പിന്നെ അത് തിരിച്ചു കൊടുക്കുക, പിന്നീട് അവളെ ലൈൻ അടിക്കുക. ആ വക കാര്യങ്ങളൊക്കെ അങ്ങ് ഹൈദരാബാദിൽ പോയി പറഞ്ഞാൽ മതി.
താൻ വേഗം പോയി എന്റെ ഡ്രസ് പാക്കറ്റ് എടുത്തിട്ട് വാ. എന്താ കുട്ടി പറയുന്നേ? എന്റെ കയ്യിൽ 2 പാക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഒരെണ്ണത്തിൽ ഡ്രസ്സും മറ്റേതിൽ സ്പൈസും. അല്ല പിന്നെ എന്താ അവിടെ പ്രോബ്ലം? ചേട്ടന്റെ കാര്യം നോക്കിയാ മതി. അത് ശരിയല്ല, ഞാൻ എന്റെ കാര്യം നോക്കിയപ്പോഴേ. അതെ ചേട്ടാ, ഇയാളുടെ ഡ്രസ് മനപ്പൂർവ്വം ഷോപ്പിൽ വെച്ചിട്ട് ഞങ്ങളുടെ ഡ്രസ് എടുത്തോണ്ട് പോയി. അല്ല വിശാലേട്ടാ, ഞാനൊന്നും എടുത്തിട്ടില്ല. ഓപ്പൺ ആയിട്ട് ചേട്ടാ അത് വിളിച്ചാലേ, ഞാനൊന്നും എടുത്തിട്ടില്ല. ഞാൻ എന്റെ ഡ്രസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതെന്താ? ഒന്ന് തുറന്നു നോക്ക്. ഇത് തുറക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. എന്റെ ബാഗേ റൂമിൽ കിടക്കുന്നു. അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ പോയി എടുത്തോണ്ട് വാ. എടുത്തോണ്ട് വരാം. എന്നാ ഞങ്ങളും കൂടെ വരാം. അത് വേണ്ട, ഞങ്ങൾ പോയി എടുത്തോണ്ട് വരാം. അതെ, ഞങ്ങൾ പോയി എടുത്തോണ്ട് വരാം. ആ ബാഗ് ഇതാ. അതെവിടെ ഇരിക്കട്ടെ, മറ്റേത് കൊണ്ടുവന്നിട്ട് ഇത് കൊണ്ടുപോയാൽ മതി. അങ്ങനെയാണല്ലേ? ആയിക്കോട്ടെ, കൊണ്ടുവരാം. ഞാൻ കൊണ്ടുവരാം. ഞാൻ നിങ്ങളുടെ പക്ഷത്താണ്. പോട്ടെ സുന്ദരികളെ. ഇത് കണ്ടോ, ഷൂ. ഇത് ബെൽറ്റ്. ഇത് നിങ്ങളുടെ അല്ലല്ലോ? അല്ലല്ലോ. അതെ, വിവരം വേണം, വിവരം. ആൺകുട്ടികളോട് എങ്ങനെ പെരുമാറേണ്ടതെന്ന് ആദ്യം പഠിക്കണം. അല്ലാതെ കുറെ പെൺകുട്ടികളും കൂട്ടി വന്ന് പത്രാസ് കാണിക്കാന്ന് വിചാരിച്ചല്ലേ? കൊള്ളാലോ. ഇനി അടുത്തും കൂടി കാണിക്കാം. ഇതെന്റെ ഷർട്ട്. അയ്യേ, ഇതെങ്ങനെ ഇതിൽ വന്നു? എനിക്കറിയില്ല. അത് ശരി, ഇതെങ്ങനെ ഇവിടെ വന്നു എടുത്ത ആൾക്കും കൂട്ടുകാർക്കും അറിയില്ല അല്ലേ? സോറി. Shut up, stupid. വാടി. നീ എന്താ സ്ലോ ആയത്? ദാ അവിടെ. ഓ, നമ്മുടെ പാവം വില്ലൻ. ഹോസ്റ്റലിൽ വെച്ച ആളുടെ മട്ടും പാവം കണ്ടപ്പോ സ്പോർട്സിന്റെ ഒരു ലക്ഷണം ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ അത്രയും പറയില്ലായിരുന്നു. പക്ഷേ മോശമായിപ്പോയി. എല്ലാവരും കാര്യം ചെയ്യേ, നീ ചെന്നൊരു സോറി പറഞ്ഞേക്ക്. നീ തന്നെ പോയെങ്കിൽ പറഞ്ഞാ മതി. നമ്മുടെ വില്ലനെ കാണാനില്ലല്ലോ. എവിടെ പോയി? അതാ. നീ പറഞ്ഞത് ശരിയാ, നമുക്ക് പോയൊരു സോറി പറയാം. നമുക്കല്ല, നിനക്ക്. നീയല്ലേ കണ്ട ചീത്തയൊക്കെ വിളിച്ചു പറഞ്ഞത്. അപ്പൊ അങ്ങനെ പറഞ്ഞു പോയി. ഒരു സോറി പറഞ്ഞാ തീർന്നു. നിനക്കെന്ത് ഇത്ര ഉറപ്പ്? ഉറപ്പ്? എന്നാ വാ വാ. മഞ്ജിത് ഭായ്, ആ നടുക്ക് വരുന്നവനാ ജോ. ആ നരുന്ത് പയ്യനോ? ഇന്ന് നേരത്തെ കഴിഞ്ഞു അല്ലേ? എടാ, നാളെ എപ്പോഴാ ഇറങ്ങേണ്ടി വരാ? എടാ, നിനക്കിന്ന് പതിവ് ചായ കുടിക്കണ്ടേ? ഓ, പ്രിൻസിപ്പൽ. ശരി, വണ്ടി വിടാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. പ്രാക്ടീസ് തുടങ്ങിയോ? തുടങ്ങി സാർ. ഓക്കെ, ഭംഗിയായി ചെയ്തോളൂ. ശരി. അടുത്തവര് മാത്സാ. വരുന്നുണ്ട്. ഹലോ ഹലോ, ഒന്ന് പിടിച്ചടി. ഹലോ മിസ്റ്റർ, ഒന്ന് നിന്നേ. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. നിക്ക്. വലിയ ഓട്ടക്കാരനെന്നൊക്കെ മനസ്സിലായി, എന്നാലും വേണ്ടില്ല. ഇനി ഞാൻ വിടില്ല. പെണ്ണേ, കൈമാറ്റ്. എനിക്ക് പോണം. പോയിക്കോ. അതിനു മുമ്പ് ഞാൻ പറയുന്ന ഒന്ന് കേക്ക് പ്ലീസ്. അന്ന് ഞാൻ ഹോസ്റ്റലിൽ വന്ന് ബഹളം ഉണ്ടാക്കി എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ ആലോചിച്ചപ്പോ അത് തെറ്റാണെന്ന് തോന്നി. അതിനിപ്പോ ഈ ഡ്രാമയുടെ ആവശ്യമില്ല. അല്ല, നേരിട്ട് പറയണമെന്ന് അന്ന് മുതലേ തോന്നി. ഗ്രൗണ്ടിൽ വെച്ച് കണ്ടു. അടുത്ത് വന്നപ്പോഴേക്കും ജോ പോയി കഴിഞ്ഞു. എന്റെ പേരെങ്ങനെ അറിഞ്ഞു?
കാണാൻ കൊള്ളാവുന്ന ചെക്കന്മാരുടെ പേരുകളൊക്കെ ഞങ്ങള് പെമ്പിള്ളേർക്ക് കാണാപ്പാടാ. മാറി നിൽക്ക്. ചൂടാവല്ലേ, എനിക്ക് പറയാനുള്ള മുഴുവൻ പറഞ്ഞിട്ട് ഞാൻ വിടുള്ളൂ. അന്നവിടെ ജോയെ കുറെ ചീത്ത വിളിച്ചു. പിന്നീട് തിരിച്ചു വന്നപ്പോഴാ മനസ്സിലായേ എന്റെ ഭാഗത്തെ തെറ്റെന്ന്. ദേ മനുഷ്യനെ ഒരുമാതിരി വട്ടുപിടിപ്പിക്കാൻ വന്നാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. അന്ന് ഞാൻ കുട്ടിയുടെ ഡ്രസ്സ് മാറിയെടുത്തു, ശരിയാ. പക്ഷെ ആ പേരും പറഞ്ഞ് എന്റെ മുന്നിൽ എനിക്ക് നേരം പറയാൻ വന്നാലുണ്ടല്ലോ, ദേ കോളേജ് അന്നൊന്നും ഞാൻ നോക്കില്ല. എന്താ ഡയലോഗ് അങ്ങ് നിന്നു പോയത്? ഒന്ന് മാറ് കുട്ടി. സാർ, ഇതിൽ ഞങ്ങൾക്ക് പ്രൊട്ടസ്റ്റ് ഉണ്ട് സാർ. എന്താ പ്രശ്നം? അവനെ ചെക്ക് ചെയ്യണം സാർ, ഇപ്പൊ തന്നെ ചെക്ക് ചെയ്യണം. എന്താ അതിന്റെ പ്രശ്നം? ദേഹത്തോട്ടുള്ള കളി വേണ്ട. കുട്ടികളെ എന്താ പ്രശ്നം? ഇവനെ ടെസ്റ്റ് ചെയ്യണം സാർ, ഇവൻ മരുന്നടിച്ചിട്ടുണ്ട്. ഇല്ല സാറേ, ഇവൻ കള്ളം പറയുന്ന. നിർത്ത് രണ്ടുപേരും നിർത്ത്. ഇവന്റെ വിജയത്തിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്യണം. ഉത്തേജക മരുന്ന് ആരെങ്കിലും ഉപയോഗിച്ചായിട്ട് തെളിഞ്ഞാല് അവൻ പിന്നെ ഈ ഗ്രൗണ്ടിൽ കാൽകുത്തില്ല. ഈ വിവരം ഞാൻ പ്രിൻസിപ്പലിന് റിപ്പോർട്ട് ചെയ്യും. ഇവനെ പോലുള്ള ആളുകളാ ഈ സ്പോർട്സ് ഒക്കെ നശിപ്പിക്കുന്നത്. ലോകത്ത് നിരോധിച്ചിട്ടുള്ള മരുന്നുകൾ ഉപയോഗിച്ചാലുണ്ടാകുന്ന ദൂഷ്യഫലങ്ങളെ കുറിച്ച് നിനക്കൊക്കെ അറിയാവോ? മാരകമായ മരുന്നുകൾ ഉപയോഗിച്ച് നിന്റെയൊക്കെ ശരീരം പോകുന്ന പോട്ടെ, ബാക്കി കഴിവുള്ള ഈ കുട്ടികളുടെ ഭാവിയും കൂടിയാ നീയൊക്കെ ഇല്ലാതാക്കുന്നത്. നിങ്ങളൊന്ന് പുറത്തിറങ്ങി നിന്നേ. മിസ്റ്റർ ഹരീന്ദ്രൻ, ഒരു എക്സ്പെർട്ട് എന്ന നിലയിൽ നിങ്ങളുടെ അഭിപ്രായം? ഇതിന് ശിക്ഷിക്കല്ല വേണ്ടത്, മറിച്ച് ഉത്തേജക മരുന്നുകളുടെ ഉപയോഗത്തിനെതിരെ വ്യാപകമായ ഒരു ബോധവൽക്കരണമാണ് ആവശ്യം. ഉത്തേജക മരുന്നുകളുടെ ഉപയോഗം സാധാരണ നിലയിൽ കണ്ടുവരുന്നത് ദേശീയ അന്തർദേശീയ മത്സരങ്ങളിലാണ്. സംസ്ഥാന മീറ്റിൽ പങ്കെടുക്കാനുള്ള ഈ കോളേജിന്റെ ചെറിയ സെലക്ഷനിൽ ഇത് കടന്നുകൂടിയത് വലിയ മത്സരങ്ങളുടെ ഒരു ചെറിയ മാതൃകയായിട്ട് വേണം നാം കാണാൻ. ഫുഡ് സപ്ലിമെന്റുകളിലെ അനബോളിക് സ്റ്റിറോയിഡുകളുടെ അംശമാണ് ഇയാളുടെ ശരീരത്തിൽ നാം കണ്ടത്. എന്നുവെച്ചാൽ ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസിയായ നാഡയും ആഗോള ഏജൻസിയായ വാഡയും നിരോധിച്ച മരുന്നുകളാണിവ. ഈ ഉത്തേജക മരുന്നുകളുടെ പരിണതഫലം ഭാവിയിൽ ഇവരുടെ ആരോഗ്യത്തെ ദുർബലപ്പെടുത്തും, പ്രത്യേകിച്ചും വനിതകളിൽ. മെഡലുകൾ നേടിയെടുക്കാൻ കായിക താരങ്ങളും അവരുടെ പരിശീലകരും തെരഞ്ഞെടുക്കുന്ന ഈ നീചമായ കുറുക്കുവഴി പ്രസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും യശസ് കെടുത്തും. ഇതിവിടെ ഈ കോളേജിൽ വെച്ച് തന്നെ കണ്ടുപിടിച്ചത് നന്നായി. അല്ലെങ്കിൽ ഈ കോളേജിന് തന്നെ ഒരു നാണക്കേടായനെ. തൽക്കാലത്തേക്ക് ഞാൻ പ്രിൻസിനെ സസ്പെൻഡ് ചെയ്യാൻ പോവാ. നിന്നെ പ്രിൻസിപ്പൽ സസ്പെൻഡ് ചെയ്തു അല്ലേ? അതിന് കാരണക്കാരനാ ജോയ. മജീദ് ഭായ്, അവനെങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല. ഇപ്പോഴൊന്നും ഒടിച്ചു വിടണം, അല്ലെങ്കിൽ നാളെ അവൻ. അത് ശരിയാ. ഇന്ന് രാത്രി ഓപ്പറേഷൻ. മാറാ. എന്താണോ ഈ രാത്രിയിൽ? ആ മജീദും സംഘവും ഇന്ന് രാത്രി റാഗിങ്ങിനുള്ള പരിപാടി ഉണ്ട്. ഇവന്മാർക്ക് ഈ റാഗിങ്ങും അടിപൊളിയും ഒക്കെ ഒറ്റ തവണ നടത്തിയ പോരെ. കഴിഞ്ഞ മാസത്തെ കേസും വഴക്കും ഇതുവരെ തീർന്നിട്ടില്ല. സാർ, എനിക്കൊരു ഐഡിയ. നീ ഇന്നാള് പറഞ്ഞ പോലെ എന്നെ കൊലക്ക് കൊടുക്കുന്ന ഐഡിയ വല്ലതും ആണോ? അല്ല, ഇത് മറ്റൊരു പുതിയ ഐഡിയ. പക്ഷേ സാറ് വേറെ കോളേജുകാർക്ക് പറഞ്ഞു കൊടുത്താ സാറിന്റെ മൊത്തം ക്രെഡിറ്റ് പോകും. അതിപ്പോ രണ്ടായാലും പോകും. ആ, നീ ഐഡിയ പറ. ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് പരീക്ഷിക്കാം. നമ്മളിത് അറിഞ്ഞ സ്ഥിതിക്ക് പോലീസ് കമ്മീഷണർക്ക് നമ്മുടെ ഫോൺ വഴി ഒരു രഹസ്യ വാർത്ത ചോർത്തി കൊടുത്താലോ? താൻ എന്ത് മണ്ടത്തരോടെ ഈ പറയുന്നേ? അന്ന് സാറ് ഏറ്റെടുത്തോ? ഈ സ്പോർട്സ് മാമാർക്ക് എന്തിനും പറ്റിയാലേ നഷ്ടം മുഴുവനും സാറിനാ. നല്ല കോച്ച് എന്നുള്ള പേര് വേണമെങ്കിലേ നല്ല മിടുക്കന്മാരായ പയ്യന്മാര് വേണം. ദ്രോണാചാര്യ അവാർഡ്, പത്മശ്രീ, പത്മഭൂഷൺ ഇതൊക്കെ വേണമെങ്കിലേ ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ശരി, വാ
നമുക്ക് അങ്ങോട്ട് ഈ ക്രെഡിറ്റ് ഒന്നും എനിക്ക് വേണ്ട. സാർ എടുത്തോ, ഞാൻ വന്നില്ല. താൻ പാടോ? ഞാൻ വന്നില്ല. ആ, പാടോ? അയ്യോ പ്രിൻസേ, ചവിട്ടി തുറക്കടാ. എന്താടാ വാതിൽ തുറക്കാൻ ഇത്ര താമസം? എന്താടാ നിന്റെ പേര്? ദീപു. എണീക്കടാ. നീ പഠിക്കാനാണോ ഈ കോളേജ് ചേർന്നത്? അതെ. പ്രേം, ഇവനെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഇവൻ ഭാവിയിൽ വലിയ ആളാവാൻ സാധ്യതയുള്ളവനാ. എവിടാടാ നിങ്ങളുടെ മറ്റവൻ? ആരാ? ആ വരുത്തൻ. പറടാ. പുറത്തു പോയിരിക്കാം. ആ, രണ്ടുപേരും ഇറങ്ങ്. എങ്ങോട്ടാ? ഉടനെ വരും. ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞ്. അയ്യോ, എനിക്ക് ബുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളതാ. അത് സാരമില്ല. എടാ പ്രിൻസേ, ഇവനെ ഒന്ന് സ്പെഷ്യൽ ട്യൂഷൻ മാസ്റ്റർ വെച്ച് നമുക്കൊന്ന് പഠിപ്പിക്കണം. വലിയ ആളാവേണ്ടവനല്ലേ? അതെ അതെ. വാടാ. വിടിയേട്ടാ. എങ്ങോട്ടാ? അലിച്ചേട്ടാ, എങ്ങോട്ടാ കൊണ്ടുവന്നേ? തള്ളുന്നെന്തിനാ? ഇവിടെ വാടാ. അപ്പുറത്തെ ജോ വരുമ്പോ പറയണം പിറകിലെ റാഗിംഗ് സ്പോട്ടിൽ ഇവന്മാരുണ്ടെന്ന്. അവൻ അവിടെ എത്തിയാലേ ഇവന്മാരെ നേരത്തെ വിടാൻ പറ്റൂ. വാടാ പ്രിൻസേ. നമുക്ക് പ്രിൻസിപ്പലിനെ ഫോൺ ചെയ്ത് അവരെ മജീദും ഗ്രൂപ്പും പിടിച്ചോണ്ടോ വിവരം പറഞ്ഞാലോ? വേണ്ട, അത് പിന്നെ നമുക്ക് കുഴപ്പമാവും. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ പറഞ്ഞതിനാ സുമേഷിന്റെ കൈ തല്ലി ഓടിച്ചത്. വേണ്ട, ആവശ്യമില്ലാത്ത പുലിവാലിന് നമുക്ക് പോകണ്ട. എന്തായാലും ജോയെ വിവരം അറിയിക്കണം. എങ്ങനെ അറിയിക്കാനാ? വാ, പുറത്തെവിടെയെങ്കിലും നിൽക്കുന്നുണ്ടോ നോക്കാം. മറ്റവരിങ്ങോട്ട് വന്ന പ്രശ്നം. വാ. മതിയടാ നിന്റെ ചുറ്റല്. നിന്നോടല്ല, നീ പഠിക്കുന്ന ആളല്ലേ. പഠനം ഇടയ്ക്ക് വെച്ച് നിർത്താൻ പാടില്ല അല്ലേ മജീദ് ഭായ്? അതെ 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 അതെ, അവൻ പഠിക്കട്ടെ. കൂട്ടുകാരാ, നീ സിഗരറ്റ് വലിക്കോ? ഇല്ല. എന്താടാ? ഇല്ല ചേട്ടാ. പോട്ടെ, സ്മോൾ. അതുമില്ല. പാവം. ഇതിന്റെ ഒക്കെ ടേസ്റ്റ് അറിയാതെ നീ പിന്നെ എങ്ങനെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും? ദേ, ഇവരെ കണ്ട് പഠിക്കണം. എൻട്രൻസിന് 2ഉം 4ഉം റാങ്കുകാരാ. ഇവന്മാര് ക്യാമ്പസിൽ വരുമ്പോൾ മമ്മിയുടെയും ഡാഡിയുടെയും വിരൽ തുമ്പിൽ തൂങ്ങി വന്ന പഞ്ചപാവങ്ങളായിരുന്നു. ജീവിക്കുമ്പോൾ അടിച്ചു പൊളിച്ച് ജീവിക്കണം. അതുകൊണ്ട് എന്റെ മോൻ ഇതങ്ങ് വാങ്ങി വലി. ബാക്കി പിന്നാലെ വരും. വലിക്കടാ അങ്ങോട്ട്. ചുമ പുറത്തു വെക്കാൻ പാടില്ല. അതൊക്കെ ഇനി മറ്റവന് കൂടെ. അയ്യോ, എനിക്ക് വേണ്ട ചേട്ടാ, ഞാൻ വലിക്കാറില്ല. പെട്ടെന്ന് വലിക്കേ, അല്ലെങ്കിൽ നിന്നെ വിട്ടിട്ട് ഞങ്ങള് 4ആയിട്ട് വലിക്കും. വലിക്കടാ. പേടിക്കണ്ട, ഇത് കിരീടാ. നിനക്കൊക്കെ ചാർത്താനുള്ള കിരീടം. വെക്കടാ കിരീടം. വേണ്ട ചേട്ടാ. അയ്യോ, 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 വേണ്ട ചേട്ടാ. മാറ്റൂ. പിടിച്ച് കേട്ടോടാ. നീ വന്നോ? നിന്നെ തന്നെയാ ഞങ്ങൾ കാത്തിരുന്നത്. അനുവേ, ഏയ്, ഡോണ്ട് ടച്ച്.
നോക്കി അത് റോക്കിന്റെ ആളാന്ന് തോന്നുന്നു. എന്താ പിള്ളേരെ ഇവിടെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ജോ, നീ അവന്മാരെ സൂക്ഷിക്കണം. അവന്മാര് മഹാ കുഴപ്പക്കാരാ. എനിക്കാരും പേടിയില്ല. അവനാരും പേടിയൊന്നുമില്ല, നീ പേടിക്കണ്ട. തമാശ. ഇവന്മാരൊക്കെ മുമ്പേ കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു. ആ സുശീല സാർ വന്നില്ലായിരുന്നെങ്കിലേ കളി മാറിയാനെ. എന്തായാലും ആ അടി നടന്നതിന് ശേഷം ഹോസ്റ്റൽ എല്ലാരും നല്ല ത്രില്ലില്ല. ഇവനാ കോളേജിൽ ഇപ്പോഴത്തെ ഹീറോ. എന്തായാലും നാളെ മറ്റന്നാളും ക്ലാസ് ഇല്ല. നമുക്ക് ഹോസ്റ്റൽ വിട്ടൊന്ന് കറങ്ങിയാലോ? എന്താ ദീപു? അത് കൊള്ളാം. അയ്യോ, നമ്മളെ ബി കെ വിടും തോന്നുന്നില്ല. അവരോട് പോയി പനി നോക്കാൻ പറ. എന്താ അല്ലെങ്കിൽ തന്നെ എവിടെ പോവാനാ? മൂന്നാർ. കഴിഞ്ഞ തവണ മൂന്നാറിലല്ലേ പോയത്? ഇത്തവണ നമുക്കൊരു ചേഞ്ച് ആയാലോ? എങ്ങോട്ട്? എന്റെ നാട്ടിലേക്ക്. കൂടെ ആരൊക്കെയമ്മേ? യെസ്, വെൽക്കം ടു മൈ ഹോം. ഇതാണ് എന്റെ വീട്. എല്ലാരും വരൂ. അമ്മച്ചി. മോളെ ഗൗതം, ഇതാണ് എന്റെ അമ്മച്ചി. ഇത് പെങ്ങൾ. അമ്മച്ചി, ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സാ. ഇത് ഗൗതം, ഹരി, സിനി. ഇതമ്മച്ചി. ഇത് ഐശ്വര്യ. ഞങ്ങൾക്ക് ഇന്ന് അവധി അമ്മച്ചി. അപ്പോ ജോടെ നാടും വീടൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. വാ മക്കളെ, അകത്തോട്ട് കയറിയിരിക്കാം. അമ്മച്ചി ആദ്യം നല്ല കപ്പയും മീൻകറി ഉണ്ടാക്കി. അപ്പോഴേക്കും ഞങ്ങൾ സ്ഥലമൊക്കെ കണ്ടു വരാം, എന്നിട്ട് വിട്ടു. അമ്മച്ചി പോയിട്ട് വരാം. ചെല്ലു മോനെ. വാ വാ എല്ലാരും വാ. സൂക്ഷിക്കണേ, വഴിക്കലുള്ള സ്ഥലം സ്ലിപ്പാവും. ജോ, നീ ഇറങ്ങുന്നില്ലടാ. ഏയ് ഐശ്വര്യ, അവിടെ ഇറങ്ങില്ല. അവിടെ പ്രശ്നമുള്ള സ്ഥലാ. ഐശ്വര്യ, ജോ പറഞ്ഞു കേട്ടില്ലേ? അങ്ങോട്ട് ഇറങ്ങണ്ട. ഇപ്പൊ അങ്ങ് മുകളിൽ മഴ പെയ്താലേ പെട്ടെന്നായിരിക്കും ഒഴുക്ക്. സൂക്ഷിക്കണം. സിനി, ആരോ വെള്ളത്തിന് വീണെന്ന് തോന്നുന്നു. എന്താ പിള്ളേരെ കാണിച്ചത്? നീയൊക്കെ മരിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങോട്ട് കെട്ടി. അച്ഛനമ്മമാർ കഷ്ടപ്പെട്ട് പഠിക്കാൻ അയക്കുന്നത് ഇതിനാണോ? ബാക്കിയുള്ളവർക്ക് പണി ഉണ്ടാക്കാനായിട്ട്. മക്കളെ, എന്തെങ്കിലും സംഭവിച്ചു പോയാ നിങ്ങളുടെ വീട്ടുകാരുടെ വിഷമം എന്താന്ന് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയോ? വേഗം കയറി പോവാൻ നോക്കാം. ഭാഗ്യം കൊണ്ടോ ഒന്നും പറ്റാഞ്ഞത്. ഹോസ്റ്റലിൽ കാണാം. നിങ്ങൾ പോയിക്കോ. ജോ എന്നെ പിന്നെ ഹോസ്റ്റലിൽ കൊണ്ടുവിട്ടു. ശരി ശരി ശരി. എടി, ആ ഭദ്രളി വരുന്നുണ്ടെന്ന്. ഇതൊക്കെ നേരെയൊക്കെ വെച്ചേ.
ഹലോ. എന്താ മാഡം? എന്താ കുട്ടികളെ, കിടക്കാറായില്ലേ? കിടക്കാൻ പോവാ മാഡം. ഐശ്വര്യ എവിടെ? ദേ എപ്പോഴേ കിടന്നു. സുഖമില്ല, ചെറിയൊരു കോൾഡാ. ആ ക്ലിനിക്കിലൊന്ന് കൊണ്ടുപോകാമായിരുന്നില്ലേ? കൊണ്ടുപോയി മാഡം. മരുന്ന് കഴിച്ചിട്ട് കിടക്കുക. ഞാനൊന്ന് നോക്കട്ടെ. ഇപ്പോഴത്തെ പനി സൂക്ഷിക്കണം. വേണ്ട മാഡം, ഉറങ്ങിക്കോട്ടെ. ഇതെന്തെങ്കിലും മൂടിയിട്ടിരിക്കുന്നേ? ടെമ്പറേച്ചർ കൂടും. ചൂട് കൂടിയാ നമ്മുടെ കൺട്രോളിൽ നിൽക്കാതെയാവും. ആ അതെ അതെ, പക്ഷെ ഇത് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. ആ ഞാനൊന്ന് നോക്കട്ടെ. എന്താ കുട്ടികളെ ഇത്? ഈ അഭ്യാസം ഒന്നും എന്റെ അടുത്ത് നടക്കില്ല. എവിടെ ഐശ്വര്യ? അത് മാഡം, ഐശ്വര്യ എവിടെയാണെന്ന്? നിങ്ങൾ ഒരുമിച്ചാ പോയത്? ഐശ്വര്യ എവിടെയാണെന്ന് എനിക്കറിയണം. എനിക്കറിയില്ല മാഡം, ഞാൻ ഇന്നലെ വീട്ടിലായിരുന്നു. അതൊക്കെ എവിടെയായിരുന്നു എന്ന് നമുക്ക് തീരുമാനിക്കാം. ഗുഡ് നൈറ്റ് ജോ. ഓക്കെ ബൈ. ആ നേരെ ഒരുപാട് വൈകി, വേഗം ചെല്ലേ. ഭാഗ്യം, രക്ഷപ്പെട്ടു. ബികെ വന്നില്ലല്ലോ. എന്താടി? എവിടെ പോയിരുന്നു കുട്ടി ഇതുവരെ? അത് എന്താണ് ഇത്ര വൈകിയത്? അത് നേരെ എത്രയെന്നറിയോ? ഞാൻ വീട്, ബസ്. കുട്ടി എവിടെ പോയതാ? താൻ എവിടെ പോയ, എന്തിനാ പോയെന്നൊക്കെ എനിക്കറിയാം. കുട്ടി ഡാഡിയും മമ്മി വിളിച്ച് ഞാനിപ്പോ പറയുന്നുണ്ട്. മാഡം പ്ലീസ് പ്ലീസ്, ഈ പ്രാവശ്യത്തേക്ക് എന്നോട് ക്ഷമിക്കണം. ഗൗതം, ഒരു കോളേജിൽ 2 രാജാക്കന്മാരുണ്ടായാൽ ഇങ്ങനെ ഇരിക്കും. മനസ്സ് വച്ചാ ഇനിയുള്ള എല്ലാ മത്സരങ്ങളിലും നിനക്കൊന്നാമനാവാം. മെയ് കരുത്തുകൊണ്ട് മാത്രമല്ല ഇവിടെ സ്പോർട്സ്മാൻ ഉണ്ടാകുന്നത്. അതിന് വേറെ ചില തന്ത്രങ്ങളുണ്ട്. അത് പയറ്റണം. ഒന്നുമില്ല, സിമ്പിൾ. നീ ഞങ്ങളുടെ കൂടെ നിന്നാ മതി. ഓക്കെ ഓക്കെ. കഴിഞ്ഞ മീറ്റിന് കോളേജിൽ നിന്നാകെ പോയത് ഞാനും ജോയി മാത്ര. നിങ്ങൾ വലിയ ആൾക്കാര്, രണ്ടുപേരും ഒളിമ്പിക്സ് വരെ പോവാൻ പ്രാപ്തിയുള്ളവര്. ഞങ്ങള് പാവങ്ങള്. ഇന്റർ യൂണിവേഴ്സിറ്റി വാഴ്സിറ്റിയിലൊക്കെ ഓടിയും ചാടിയും, ഒടുവിൽ FCAയിലോ റെയിൽവേയിലോ ഒക്കെ. അതെന്തിനാ ഇന്റർ സ്റ്റേറ്റ് മീറ്റിനൊക്കെ പോകുന്ന ആൾ ഇത്ര കുറച്ച് പറയണ? കുറച്ച് പറഞ്ഞതല്ല, സ്പോർട്സിൽ വലിയ ആവേശം കാണിച്ചാലേ ഞങ്ങൾ പെൺപിള്ളേരുടെ ഗ്ലാമർ കുറയും. ഗ്ലാമർ കുറഞ്ഞാ പിന്നെ കല്യാണ മാർക്കറ്റിൽ യാതൊരു വിലയും കാണില്ല. അല്ലെങ്കിൽ പിന്നെ നീ എന്നെ കെട്ടണം. അതിനിപ്പോ കെട്ടില്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ? പറഞ്ഞില്ലേ വേണ്ട. പക്ഷെ ചെറുക്കന്മാരെയൊന്നും കുടിക്കുന്ന വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. ഇന്നൊന്ന് പറയും, നാളെ പോപ്പുലർ ആവുമ്പോ വേറൊന്ന് പറയും. എനിക്കൊരു വാക്കേ ഉള്ളൂ, പഠിപ്പ് കഴിയാ. 400-ന്റെയും 200-ന്റെയും നാഷണൽ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുക. പിന്നെ ആ അത് നടന്നു തന്നെ, നിന്റെ നാഷണൽ റെക്കോർഡ്. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? ജോ ഉള്ളപ്പോ നാഷണൽ ഫസ്റ്റ് ആവാൻ നിനക്ക് പറ്റുമോ? നീ നോക്കിക്കോ, ഇത്തവണ ഞാൻ അവനെ തോൽപ്പിക്കും. ബെറ്റ്? ബെറ്റ്. See, Angela, I've made it very clear. I don't want you to follow me every time I step out. Please. Hello? Tara? ജോ പറ. സാർ, സാർ ഒരു ഗുഡ് ന്യൂസ് പറയാനാ വിളിച്ചത്. ഇത്തവണ നാഷണൽ മീറ്റിന് കേരളത്തിൽ നിന്ന് എനിക്ക് സെലക്ഷൻ. Congrats. So you made it, my boy. സാർ, ഇത്തവണ കൊച്ചിയിൽ വെച്ച നാഷണൽ മീറ്റ്.
ആ സെപ്റ്റംബറിലാ. ആ അപ്പം ഞാൻ നാട്ടിലുണ്ടാവുമല്ലോ. എനിക്ക് നേരിട്ട് കാണാം. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ചെയ്യാം സാർ. താങ്ക് യു. ഓക്കെ സാർ. സോ ടേക്ക് കെയർ. താങ്ക്സ് അലോട്ട് സാർ. താങ്ക് യു. മുകുന്ദൻ സാർ എന്ത് പറഞ്ഞു? വലിയ സന്തോഷായി. ഇത്തവണ മീറ്റ് കാണാൻ സാറ് വരുന്ന പറഞ്ഞത്. മജീദിനെ ആദ്യമായി തല്ലത് നീയാ. അതിനുള്ള ട്രോഫി നിനക്ക് ഞാൻ ഒരുക്കിയിട്ടുണ്ട്. വണ്ടിയടാ. വെറുതെ അവന്മാരായിട്ട് വഴക്കിന് പോയിട്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ? മനഃപൂർവ്വമല്ലല്ലോ. പാവപ്പെട്ട പിള്ളേരുടെ മേലെ അവര് കുതിര കയറിയിട്ടല്ലേ. അതിപ്പോ ഇനി പ്രശ്നം ഉണ്ടായാലും ഞാൻ ഇടപെടും. വന്നോ? ഞങ്ങളിപ്പോൾ നിന്നെ വിളിപ്പിച്ചത് ഒരു പ്രത്യേക കാര്യം പറയാനാ. മെല്ലെ മെല്ലെ സ്നേഹിച്ച് സ്നേഹിച്ച് വേണം ശത്രുവിനെ തകർക്കാൻ. നിന്നെ തോൽപ്പിച്ച ആ ജോയെ, അതിന് നിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഒന്നുമില്ല, ഞങ്ങൾ പറയുന്നിടത്ത് നീ അവനെ എത്തിച്ചു തന്നാൽ മാത്രം മതി. നീ വിഷമിക്കണ്ട, ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. ഞങ്ങൾ കൂടെ ഉണ്ട്. We are with you, okay? സ്വപ്നം ഇരുളലെ മെഴുകിയ പഴയൊരു തടവറയോ, സ്വർഗം കുളിരല ചിതറിയ പുതിയൊരു കലവറയോ. സ്വപ്നം ഇരുളലെ മെഴുകിയ പഴയൊരു തടവറയോ, സ്വർഗം കുളിരല ചിതറിയ പുതിയൊരു കലവറയോ. മധുവേറെയൊരു മോഹമേ, എരിവേറെയൊന്നും ദാഹമേ. ഇനിയുണ്ടോ പ്രായം ഇങ്ങനെ വാ ഇണമുറയുടെ സ്വപ്നം. ഇരുളല മിഴുകിയ പഴയൊരു തടവറയോ, സ്വർഗം കുളിരല ചിതറിയ പുതിയൊരു കലവറയോ. മാറും വഴി മാറും തേഞ്ഞൊരു വേദം നീ മാറി വഴി മാറി ജീവിതം ഇന്നാകെ ഹോളിഡേ ജോളിഡേ. പ്രേമക്കുടങ്ങളെ കൂടാൻ ഒന്നായി ഇനി ഒന്നായി റാപ്പിൽ നീന്തിടാം. തോളായി ഒരു തോളായി റാമ്പിൽ ചാഞ്ചാടാം. യുഗമുറയുടെ സ്വപ്നം ഇരുളല മെഴുകിയ പഴയൊരു തടവറയോ, സ്വർഗം കുളിരല ചിതറിയ പുതിയൊരു കലവറയോ. നാണം പണിയാക്കും പെണ്ണൊരു പൂമഞ്ചം, നാണം
കാണും ആണിന് രോമാഞ്ചം സ്വീറ്റി നെഞ്ചിൽ കാവിൻ കിന്നാരം എന്നും ഇനി എന്നും തൂവൽ കൊട്ടാരം എന്തെന്തും കൊയ്യുന്ന കൗമാരമേ വീറേറും ചോടോടെ തുള്ളിച്ചാടും തലമുറയുടെ സ്വപ്നം ഇരുളലമെഴുകിയ പഴയൊരു തടവറയോ സ്വർഗം കുളിരല ചിതറിയ പുതിയൊരു കലവറയോ ജോയി ഇതുവരെ കണ്ടില്ലല്ലോ. അവനെന്താ പറ്റിയത്? സർ, ജോയി ഇതുവരെ വന്നില്ലല്ലോ. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനും അവനെ ശ്രദ്ധിക്കുന്നു. എന്താണെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല. ഇന്നലെ ഞാൻ അവൻ്റെ റൂമിൽ പോയിരുന്നു. എന്തോ ഒരു വല്ലായികയുണ്ട്. എന്തായാലും ഇന്നവൻ വരുമെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. ആ ദാ ജോയ് എത്തിയല്ലോ. ഇപ്പൊ നിനക്ക് സമാധാനായില്ലേ? ജോ, എന്താ ഇത്ര വൈകിയത്? വേഗം ഇറങ്ങ്, നേരെ ഉച്ചയാവാൻ പോകുന്നു. ഈ ഉഴപ്പം കൊണ്ട് കിടന്നാലേ ട്രാക്കിൽ എവിടെ എത്താൻ പറ്റില്ല. ആണുങ്ങൾ കപ്പം കൊണ്ടുപോകും. ദാ ഗൗതമനെ നോക്ക്, അതാണ് ഡിസിപ്ലിൻഡ് ആയ അത്ലറ്റിന്റെ ലക്ഷണം. മനസ്സിലായോ? വേറെ റെഡിയാവുന്നു. ശരി സാർ. ജോ, എന്താ ഫോൺ വിളിച്ചെടുക്കാത്ത നീ? എപ്പോ വിളിച്ചു? ഇന്നലെ വിളിച്ചു, മിഞ്ഞാന്നും വിളിച്ചു. ആ, ഞാൻ അറിഞ്ഞില്ല. നീ വേഗം വാമപ്പായി വാ, നമുക്കൊന്ന് ഓടണം. ഓക്കെ.
ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. ആ ഗൗതം ഭായി ജോ. ആ എന്താ അവൻ ചത്തോ? അല്ല, പിന്നെ ഗ്രൗണ്ടിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അവൻ കുഴഞ്ഞു വീണു. നന്നായി. ഇനി അവൻ നീണ്ട മയക്കത്തിലേക്ക് വഴുതി വീഴും. പിന്നെ മെല്ലെ മെല്ലെ. ഗൗതം, നിന്റെ ട്രാക്കിൽ ഇനി നീ മാത്രമേ ഉള്ളൂ. ഗോ ഹെഡ്. It's a new model hatchback car with excellent performance, sir. നമ്പ്യാർ സാറേ. ഹലോ മുകുന്ദൻ. ഇതെന്നാ സർപ്രൈസാ? ഇതെപ്പോ കയറുന്നു? ഞാൻ കണ്ടില്ലല്ലോ. എപ്പോ വന്ന് സ്റ്റേഷനിൽ നിന്ന്? ഞാനിവിടെ തന്നെ ഉണ്ട്. 6 മാസമായിട്ട് ഇവിടെ. ഒരു മിനിറ്റ്. ഹലോ ജോ. സർ, ഞാൻ ഐശ്വര്യ, ജോയുടെ ഫ്രണ്ടാണ്. ആ ആ ആ ഐശ്വര്യ പറ. സർ, ജോയ്ക്ക് സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഹോസ്പിറ്റൽ എന്നാ പറ്റി? എന്താണെന്നറിയില്ല. കാലത്ത് ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് തലചുറ്റി വീണു. ഇതുവരെയും ബോധം വീണിട്ടില്ല. ഈശ്വര, എന്നിട്ട് ഇപ്പൊ ICU-ല. ഐശ്വര്യ. ഹലോ ഐശ്വര്യ. പേഷ്യൻസിന്റെ ഭാഗത്തു നിന്ന് ആരെങ്കിലും, ഐ മീൻ റിലേറ്റീവ്സ്? വീട്ടിൽ നിന്ന് ആരും എത്തിയിട്ടില്ല. അറിയിച്ചിട്ടുണ്ട്. ആ ഓക്കെ. എന്താ ഡോക്ടർ? പേഷ്യന്റ് മയക്കുമരുന്ന്, ബ്രൗൺ ഷുഗർ അങ്ങനെ എന്തെങ്കിലും സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന ആളാണോ? ഇല്ല ഡോക്ടർ, അങ്ങനെ ഒരു അറിവ് ഞങ്ങൾക്കില്ല. പക്ഷേ റിസൾട്ട് അങ്ങനെയാണ് കാണിക്കുന്നത്. ഞങ്ങൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്യുന്നുണ്ട്. ബാക്കിയൊക്കെ നമ്മളല്ലോ തീരുമാനിക്കുന്നത്. മോനെ, എന്റെ മോൻ എന്നാ പറ്റിയേ? പറ, എന്റെ ജോ എവിടെ? എന്റെ മോൻ എന്നാ പറ്റിയേ? സമാധാനമായിരിക്കും. ദേ പ്രിൻസിപ്പാളും ഞങ്ങളെല്ലാം ഇവിടെ നിൽക്കുമല്ലേ. ജോയ്ക്കൊന്നും പറ്റിയിട്ടില്ല. അമ്മച്ചി വിഷമിക്കണ്ട മോളെ, ചേട്ടൻ ഒന്നും സംഭവിച്ചിട്ടില്ല. അമ്മേ, അമ്മച്ചി, അമ്മേ, അയ്യോ, അമ്മേ, അമ്മച്ചി, അമ്മേ, അമ്മച്ചി, അമ്മച്ചി, അമ്മേ. എന്താ സാർ? ഞാൻ വന്നത് സ്പോർട്സ് കൗൺസിലിൽ നിന്നും ഫോണുണ്ടായിരുന്നു. നാഷണൽ മീറ്റ് അടുത്ത മാസം 5-ാം തീയതി തുടങ്ങും. ജോയെ വിവരം അറിയിക്കണം. ആ, എന്തായാലും 1 മാസത്തെ സമയമുണ്ടല്ലോ സാർ. നാഷണൽ മീറ്റും കോച്ചിങ് ക്യാമ്പും കൊച്ചിയിൽ വെച്ചാണ് നടത്തുന്നത്. അതൊരു തരത്തിൽ ഭാഗ്യമായി. ജോയ്ക്ക് ആ ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്കതൊരു വലിയ നേട്ടമായനെ. സ്പോർട്സിൽ ഇങ്ങനെ ചില ദൗർഭാഗ്യങ്ങളുണ്ട്. മുഹൂർത്ത സമയത്ത് അപ്രതീക്ഷിതമായ അപകടങ്ങൾ. ഇത് പക്ഷേ അൺഎക്സ്പെക്റ്റഡ് അല്ല. ജോയുടെ കാര്യത്തിൽ കരുതിക്കൂട്ടി ഏതോ ദുഷ്ടശക്തി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ അനുമാനം. കനൽ വീഴുമീ ഡ്രഗ്സ് ഉപയോഗിച്ച് ശീലമാവുന്നവർ അത് കിട്ടാതാവുമ്പോൾ വയലന്റ് ആവുന്നത് നോർമൽ ഫിനോമിനലാണ്. അവർ ഏതറ്റം വരെ പോകുന്നൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യുക അസാധ്യം. അപ്പൊ ജോയുടെ കാര്യം? ഫോർച്ചുനേറ്റ്ലി ജോയ്ക്ക് അങ്ങനെ ഒരു അഡിഷൻ വന്നു തുടങ്ങിയിട്ടില്ല. നമ്മൾ കെയർഫുൾ ആവേണ്ടത് ഇവിടെയാണ്. ജോയ്ക്ക് ഒരു കാരണവശാലും ഡ്രഗ്സുമായി ഇനിയൊരു ബന്ധം ഉണ്ടാവാൻ ഇടവരരുത്. പോസിറ്റീവായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ
ജോ ഇപ്പം നോർമലാണ്, പ്രാക്ടീസ് തുടങ്ങുകയും ചെയ്തു. പക്ഷേ മുകുന്ദൻ, ഒരു നല്ല അത്ലറ്റിനെ ഇങ്ങനെ ഒരു ഡ്രഗ്സുമായി അടുപ്പിക്കുന്നതിന് പിന്നിൽ തീർച്ചയായും ആരുടെ ഗൂഢാലോചനയുണ്ട്. അതാരാണെന്ന് കണ്ടുപിടിച്ച് അവരെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതാണ്. അതിന് എന്നാ പാടുപെടേണ്ടി വന്നാലും ഞാൻ ചെയ്യും സാർ. സത്യം പറ, എന്നാ ജോയ്ക്ക് സംഭവിച്ചേ? എന്നോട് ക്ഷമിക്കണം സാർ, ഞാൻ തെറ്റ് ചെയ്തു പോയി. അറിഞ്ഞുകൊണ്ടല്ല, ആ മജീദ് ഭായിയുടെ കയ്യിൽ ഞാൻ പെട്ടുപോയതാ. ജോയെ കൊടുക്കാൻ അവരെന്നെ ഉപയോഗിക്കായിരുന്നു. ജയിക്കാൻ ആർക്കാണ് ഇഷ്ടമില്ലാതിരിക്കുക സാർ? ജോയോടൊപ്പം ഓടുമ്പോൾ എന്നും ഞാൻ പുറകിലായിരുന്നു. ഓരോ തോൽവിയിലും ഞാൻ വല്ലാതെ പതറിപ്പോയി സാർ. അതാ മജീദും കൂട്ടരും മുതലെടുത്തത്. അവരിപ്പോൾ എവിടെ ഉള്ളേ? സാറേ സാറേ, അവനേക്ക് തന്നെ എന്നോട് ക്ഷമിക്കണം സാർ, ഇനി എന്നെ തല്ലരുത് പ്ലീസ്. ഇല്ല, നിന്നെ തലതില്ല. ഒരു കാര്യം പറയാനാ മോനെ, ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയത്തില്ലയോ, അത് വെറുതെ അവതാ പറയുന്നതല്ല. പകയുടെയും പ്രതികാരത്തിൻ്റെയും അടയാളമല്ല സ്പോർട്സ്. അതൊരുപാട് സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും അടയാളമാണ് കേട്ടോ. അതൊക്കെ ആദ്യം മനസ്സിലാക്കിയത് ചാടാനും തുള്ളാനും നിന്നേ. കൊണ്ടുപോയട്ടെ, ഞാനങ്ങ് സ്റ്റേഷനിലോട്ട് വരാം. ട്രാക്കിലോടുമ്പോൾ ടൈമാണ് നമ്മുടെ ശത്രു. നീ ഓടണം, ഒന്നാമതാണ്. അത് ഈ അപ്പച്ചന് കാണണം. Ladies and gentlemen, we are about to come into the victory ceremony for 800 meters men. We are happy to announce the guest of honor for the victory ceremony, Srimati Mazi Kutan, All-Indian and Arjuna Award winner. Requesting the Master of Ceremony to escort the Chief Guest,
and the winners of 800 meters to the victory stand. Bronze medal goes to Ravindra Chatterjee from West Bengal. Silver medal is bagged by Mutturaju from Tamil Nadu. Gold medal is won by Joe Sakaria of Kerala. He has set a new national record with timing of 2 minutes 2 seconds.